എന്ന് പറയുന്നത് എല്ലാവരെയും ഈ ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഡോക്ടർ അനിതയുടെ ഈ നടപടി മൂലമാണ് സംഗതി വളരെ മനോഹരമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ഗ്രൂപ്പിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ആദ്യമായിട്ട് വരുന്നവര് ഗ്രൂപ്പിലൂടെ അല്ല വന്നതെങ്കിൽ അവർ മനസ്സിലാക്കുക, നമുക്കൊരു GHK മലയാളം വെബിനാർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അതിലേക്ക് എന്നെയോ ഡോക്ടർ അനിതയോ ഡോക്ടർ ശശിധരനാണ് ക്ലാസ് എടുക്കുന്ന മറ്റു ഫാക്കൽറ്റി. അദ്ദേഹത്തിൻ്റെ ക്ലാസ് എല്ലാ വെള്ളിയാഴ്ചയും പോകുന്നു. എൻ്റെ ക്ലാസ് എല്ലാ ചൊവ്വാഴ്ചയും പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് തുടരണമെന്നാണ് ആഗ്രഹം. കാരണം ആ രീതിയിലുള്ള റെസ്പോൺസാണുള്ളത്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് പതിവ് പോലെ നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. ഇന്നത്തെ ക്ലാസ് ഉപയോഗപ്രദമാകാൻ വേണ്ടിയിട്ടൊരു നിശബ്ദമായിട്ട് പ്രാർത്ഥിക്കുക. ഇന്നത്തെ ക്ലാസ് എടുക്കുന്ന എനിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുക. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ ഒരു വ്യക്തിക്കോ അല്ലെ കുറച്ച് വ്യക്തികൾക്കോ സാധിക്കുന്ന ഒരു കാര്യമല്ല നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഈ ലോകത്തിലെ മൊത്തം ആൾക്കാരിലും എത്തിക്കുക എന്നുള്ള ഒരു ബൃഹത്തായ പരിപാടിയാണ്. അതൊരു വ്യക്തിക്ക് ചെയ്യാൻ സാധിക്കുന്നതല്ല. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോയിന്റാണ്, when God is with me or I with God makes the majority. അപ്പോൾ anything is possible only with the blessings of God. അപ്പോൾ അത് നമുക്കുണ്ട് എന്നുള്ളതിന് ധാരാളം തെളിവുകളുണ്ട്. കാരണം നമ്മൾ വളരെ ചെറിയ തോതിൽ തുടങ്ങിയ ഒരു പഠന പരിപാടി, പഠിപ്പിക്കൽ പരിപാടി വളരെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നോട് സഹായിക്കാനായിട്ട് ധാരാളം പേര്, ഡോക്ടർ ശശിധരനെ എടുത്തു പറയണം. ഇവിടെ വന്നിട്ടുള്ള ഓരോരുത്തരുടെയും പേര് പറഞ്ഞാൽ അത് തന്നെ വലിയൊരു സമയമെടുക്കും. ഡോക്ടർ അജോയ്, ഡോക്ടർ അജോയ് എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. അദ്ദേഹം ഞങ്ങളുടെ മെൻറ്ററാണ്. എല്ലാവിധ ബഹുമാനത്തോടും കൂടി എൻ്റെ സീനിയറായിട്ട് തന്നെ പഠിച്ച ധാരാളം പേര് കൂടിയുണ്ട്. അവരെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് വന്നിട്ടുള്ളവരോട് പറയാനുള്ളത്, ഒരുപക്ഷെ GNM അല്ലെങ്കിൽ GHK എന്താണെന്ന് അറിയത്തില്ലാത്തവരോട് പറയാനുള്ളത്, ഇതൊരു റെവല്യൂഷണറി ആയിട്ടുള്ള നോളജാണ്. അതുകൊണ്ടാണ് ജർമാനിക് ഹീലിംഗ് നോളജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ നോളജിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം നമ്മൾ ഇതുവരെയും മനസ്സിലാക്കിയിരുന്ന പോലെ രോഗം എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു ഫിനോമിനൻ, അത് നമുക്ക് അല്ലെങ്കിൽ സൃഷ്ടജാലങ്ങൾക്ക് എന്തെങ്കിലും അപകടം വരുത്തുന്ന, കുഴപ്പം വരുത്തുന്ന, അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയല്ല. അത് നമുക്ക് അനുകൂലമായിട്ട് നമ്മുടെ അതിജീവനത്തിന് വേണ്ടി സൃഷ്ടാവ് നമ്മളിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നു. പുതിയ തലമുറയ്ക്ക് ഇൻസ്റ്റാൾ ചെയ്യുക അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്തിട്ട് റൺ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ആ പ്രോഗ്രാമിലാണ് റൺ ചെയ്യുന്നതെന്ന് നമ്മൾ ഇത്രയും കാലം അറിയില്ലായിരുന്നു. അപ്പോൾ ആ പ്രോഗ്രാംസിനെ കുറിച്ചാണ് നമ്മളുടെ മുഴുവൻ ചർച്ചയും. അത് ഞാൻ അങ്ങനെ വന്നുപോയതാണ്. സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. learninggnm.com എന്ന് പറയുന്ന വെബ്സൈറ്റ് നിങ്ങൾ വായിച്ചിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷണൽ ലൈഫ്, പേഴ്സണൽ ലൈഫ്, ഫാമിലി ലൈഫ് എല്ലാം പെർഫെക്റ്റ് ആവത്തില്ല. അപ്പം അത്രമാത്രം അറിവുകളുള്ള ഒരു വെബ്സൈറ്റാണ്. നിങ്ങൾ പഠിക്കണം. അപ്പോൾ അത് മനസ്സിലാകത്തില്ല എന്നുള്ള പ്രശ്നം വരുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസം മീനു ടീച്ചർ ഉണ്ടോയെന്ന് അറിയത്തില്ല, എൻ്റെ പേഷ്യൻറ്റും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഫാമിലി മഞ്ചേരിയിൽ നിന്ന് വന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് ഇത് ക്യാൻ ബി ട്രാൻസ്ലേറ്റഡ്. അതായത് നമ്മളൊരു ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മലയാളത്തിൽ വായിക്കുക, ഏത് ലാംഗ്വേജിലും വായിക്കും, തമിഴിൽ വായിക്കുക, അല്ലെങ്കിൽ ലോകത്തുള്ള മുഴുവൻ ലാംഗ്വേജിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ചിട്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്ക് വായിക്കാം. അതിൽ ഏതെങ്കിലും ഒരു വാക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, ബിക്കോസ് ഇറ്റ് ഈസ് മെഡിക്കൽ അല്ലെങ്കിൽ ടെക്നിക്കൽ എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിലൊരു ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു റീഡ് ഓൾ. അതിനെക്കുറിച്ച് മുഴുവൻ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം എല്ലാ ദിവസവും വായിക്കണം എന്നല്ല പറയും. നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ കുട്ടി ചുമയ്ക്കുന്നു, അപ്പം എന്തുകൊണ്ടാണ് ആ കുട്ടി ചുമയ്ക്കുന്നത് അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓരോരോ, ഇന്ന് എനിക്ക് നടുവേദനയുണ്ട്, അല്ലെങ്കിൽ ഇന്ന് എനിക്ക് തലകറക്കം ഉണ്ടായി, ഇന്ന് എനിക്ക് തല ചുറ്റലുണ്ടായി, കണ്ണും തല ഇരിട്ടിക്കുക എന്ന് പറയും, ഫെയിൻ്റ് ആകുക, സിങ്കോ, എന്താണ് അത്, അല്ലെങ്കിൽ ഒരാൾ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ചു എന്ന് കേട്ടു. ഞാൻ ക്ലാസ് എടുക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ, തുടങ്ങുന്ന ഒരു ഇൻട്രൊഡക്ഷനെ കുറിച്ച് ചോദിച്ചപ്പോൾ, ഇന്ന് കേരളത്തിൽ വളരെ പ്രചാരമായിരിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ ന്യൂസാണ് എനിക്ക് പറഞ്ഞു തുടങ്ങാമെന്ന് വിചാരിച്ചിരുന്നത്. അതായത് ഒരു സർജൻ ആയുഷ് സിസ്റ്റംസിനെയൊക്കെ വളരെയധികം റിഡിക്യൂൾ ചെയ്ത് കളിയാക്കി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓങ്കോളജിസ്റ്റ്
ഓങ്കോളജി സർജൻ. അയാള് ഒരു സ്ത്രീയുടെ, ഒരു 50+ വയസ്സുള്ള സ്ത്രീയുടെ റൈറ്റ് ബ്രസ്റ്റ് റിമൂവ് ചെയ്തു. അത് ക്യാൻസർ ഉണ്ടായിരുന്നോ ക്യാൻസർ ഇല്ലായിരുന്നോ, ഇതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. ക്യാൻസർ ഉണ്ടായിരുന്നില്ല, എന്നിട്ട് റിമൂവ് ചെയ്തു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള മീനിങ്ലെസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇടപെട്ട് ഈ ജനങ്ങളുടെ അടുത്ത് എത്തിക്കത്തക്ക രീതിയിൽ ഈ തലമുറ റൈപ്പായിട്ടില്ല, പക്വതയായിട്ടില്ല, പാകമായിട്ടില്ല. ഈ അറിവ് അവരോട് പറയാനുണ്ട്. ഇപ്പൊ ക്യാൻസർ എന്ന് പറയുന്നൊരു സംഗതി ഇല്ല എന്ന് ശാസ്ത്രം പറയുന്നു. അതിന്റെ ലക്ഷണങ്ങൾ എന്താണുള്ളത്? അവിടെ ഒരു വേദനയുണ്ട്, ബ്രസ്റ്റിലൊരു വേദനയുണ്ട്. അപ്പോൾ അതിന്റെ കാരണം പഠിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഭയം പോകും. അപ്പോൾ ഭയപ്പെടുത്തിയാൽ മാത്രമേ ഓപ്പറേഷനിലേക്ക് ഒരു ചെറുപ്പക്കാരിയായിട്ടുള്ള സ്ത്രീയുടെ സ്തനം റിമൂവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഭീകരത ഓർത്ത് നോക്കിയുള്ളൂ. അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു, അതിൽ തുടങ്ങാം ഇന്നത്തെ ക്ലാസ് എന്നൊക്കെ വിചാരിച്ചു. ഞാൻ അങ്ങനെയൊന്നും പോകുന്നില്ല. കാരണം നമുക്ക് ഓരോ വിഷയത്തെക്കുറിച്ച് ഇന്നത്തെ ടോപ്പിക്ക് ഞാൻ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് ഒന്നുകൂടെ കൊണ്ടുവരുവാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ലാരിങ്സിനെ കുറിച്ചാണ് എടുത്തത്. അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ സിംറ്റംസ്, ഫോണിയ അല്ലെങ്കിൽ ഹോഴ്സ്നെസ് ഓഫ് വോയിസ്, ലാരിഞ്ചൈറ്റിസ്, അങ്ങനെയുള്ള കുറേ സിംറ്റംസും അതിൻ്റെ കാരണങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇന്ന് നമ്മൾ കുറച്ചുകൂടെ കംപ്ലീറ്റ് ലങ്സ് എന്ന് പറയുന്ന അവയവത്തെ കുറിച്ചാണ്. ലങ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കണം അതിൻ്റെ അതിൻ്റെ ആൽവിയോളയെ കുറിച്ച് മാത്രമല്ല, അതിൻ്റെ അകത്ത് വിവിധങ്ങളായിട്ടുള്ള ഭാഗങ്ങൾ ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ ഞാൻ ഉൾക്കൊള്ളുകയാണ്. അതുകൊണ്ട് വളരെ സ്പീഡിലായിരിക്കും ഇന്ന് പോകുന്നത്. കാരണം ഈ ക്ലാസ് ഒരിക്കലും പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു മോട്ടിവേഷൻ, ഒരു സ്റ്റിമുലേഷൻ തരിക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. കാരണം ഒരു ക്ലാസ്സിൽ കംപ്ലീറ്റ് ചിലപ്പോൾ ആൽവിയോളെ പ്രോഗ്രാമിനെ കുറിച്ച് എടുക്കേണ്ടതായിട്ട്, പ്രോഗ്രാം മീൻസ് ഡിസീസ്, അത് സാധ്യമല്ല. അല്ലെങ്കിൽ അതല്ല നമ്മുടെ പർപ്പസ്. യു ഹാവ് ടു ലേൺ, യു ഹാവ് ടു മേക്ക് ഇറ്റ് യുവർ ഓൺ. ഇപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇന്നത്തെ ടോപ്പിക് ഇങ്ങനെയാണ് ഞാൻ തന്നിരുന്നത്: ലാംഗ്വേജ് ഓഫ് ദി ലങ്സ്. സോ ഇറ്റ്സ് എ ബ്രീത്തിങ് ത്രൂ ലൈഫ്സ് കോൺഫ്ലിക്ട്സ്. ലൈഫിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഫ്ലിക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അബൌട്ട് അവർ ചലഞ്ച്, അബൌട്ട് അവർ എക്സിസ്റ്റൻസിസ്. മരിച്ചു പോകുമെന്നുള്ളതാണ് നമ്മുടെ. അപ്പോൾ ഫിയർ റിലേറ്റഡ് ആയിട്ടുള്ള കോൺഫ്ലിക്ട്സ് എല്ലാമാണ് നമ്മുടെ ഈ ശ്വാസകോശം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ശ്വാസകോശത്തിന്റെ ഫംഗ്ഷൻ എല്ലാവർക്കും അറിയുന്നത്, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, ശ്വാസകോശത്തിലൂടെ ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നു, ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടുന്നു. അപ്പോൾ ഈ പ്രക്രിയ വളരെ ഭംഗിയായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് സൃഷ്ടിച്ചിരിക്കുന്നതാണ് ഈ ശ്വാസകോശം എന്നുള്ള അവയവം. പക്ഷേ നമ്മൾ ഒരു പ്രോഗ്രാം മാത്രമായിട്ടല്ല അതിനെ കാണുന്നത്, അതിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ഭാഗങ്ങളെ കുറിച്ച് ഞാൻ 7 വ്യത്യസ്തമായ പ്രോഗ്രാമായിട്ടാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിട്ട് പഠിപ്പിക്കുന്നത്. പഠിപ്പിക്കലല്ല, അഗൈൻ ഐ എം മോട്ടിവേറ്റിംഗ് യു, ഓർ ട്രൈങ് ടു മോട്ടിവേറ്റ് യു ഫോർ റീഡിങ് ഫർദർ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം എന്താണ് ബയോളജിക്കൽ മീനിങ് ഓഫ് ലങ്സ്? കാരണം ഇതിനൊരു ജൈവികമായൊരു ലക്ഷ്യമുണ്ടല്ലോ. എന്തിനാണ് ലങ്സ് നമ്മുടെ ഒരു ഭാഗമായത്, ശരീരത്തിൻ്റെ ഒരു ഭാഗമായത്? അല്ലെങ്കിൽ എന്താണ് ലങ്സിൻ്റെ ജൈവികമായ പദ്ധതി, അല്ലെങ്കിൽ ജൈവികമായിട്ടുള്ള ഉദ്ദേശം, ഫങ്ഷൻ? അത് മനസ്സിലാക്കിയാലേ അതിൻ്റെ അകത്തുണ്ടാകുന്ന ലക്ഷണങ്ങൾ ഏത് കാരണവശാലാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കും. സോ ഇറ്റ്സ് എ ബയോളജിക്കൽ മീനിങ് ഓഫ് ലങ് പ്രോഗ്രാംസ്. കുറേ പ്രോഗ്രാംസ്, ഞാൻ 7 പ്രോഗ്രാംസാണ് ഒരൊറ്റ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ത്രൂ ഡോക്ടർ ഹാമേഴ്സ് ജർമാനിക് ഹീലിംഗ് നോളജ്. അപ്പോൾ GHK എന്ന് പറയുന്ന ഈ ഏറ്റവും പുതിയതായിട്ടുള്ള വൈദ്യശാസ്ത്ര സംബന്ധമായിട്ടുള്ള അറിവിൻ്റെ ആ ഫ്രെയിംവർക്കിൽ എങ്ങനെയാണ് ലങ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് സിംറ്റംസിന്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നാണ് ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്, നിങ്ങളുടെ ശ്രദ്ധയെ, അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസിൻ്റെ ശ്രദ്ധയെ വളരെ ക്യൂറിയസ് ആയിട്ട് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. കാരണം ഇതിൻ്റെ പിന്നിൽ ബയോളജിക്കൽ ഇൻ്റലിജൻസ് ഉണ്ട്. ആൻഡ് ദാറ്റ് ബയോളജിക്കൽ ഇൻ്റലിജൻസ് നേച്ചേഴ്സ്, പലപ്പോഴും ഞാൻ പറയുന്നുണ്ട്, ഗോഡ്സ് എന്ന് പറയാനായിട്ട് ചിലർക്ക് ആ ഈഗോ പറ്റുന്നില്ല. ഗോഡ്, ഐ ഡോണ്ട് ബിലീവ് ഇൻ ഗോഡ്, ബട്ട് ഐ ക്യാൻ ഗോ അപ് ടു ദി നേച്ചർ. സോ യു ടേക്ക് ഇറ്റ് ലൈക്ക് ദാറ്റ്. നേച്ചേഴ്സ് ഇൻ്റലിജൻസ്. ഈ പ്രകൃതി എന്തിനാണ് ഈ ശ്വാസകോശം എന്ന് പറയുന്ന ഈ അവയവം വെച്ചിരിക്കുന്നത്, അതിൻ്റെ വിവിധങ്ങളായിട്ടുള്ള പോർഷൻസ് അല്ലെ പാർട്ട് എന്തുകൊണ്ടാണ്, അതിൻ്റെ ഫങ്ഷൻസ് എന്താണ്, അത് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ലങ് റിലേറ്റഡ് ആയിട്ടുള്ള SBS, സിഗ്നിഫിക്കൻറ്റ് സ്പെഷ്യൽ ബയോളജിക്കൽ പ്രോഗ്രാം ഓഫ് നേച്ചർ, SBS എന്നാണ് GHKയിൽ രോഗങ്ങളെ മൊത്തത്തിൽ പറയുന്നത്. അപ്പൊ ഈ SBS ഓരോ അവയവത്തിലും, ഫോർ എക്സാമ്പിൾ പ്ലൂറ, ബ്രോങ്കൈ അല്ലെങ്കിൽ ആൽവിയോളൈ,
ഗോബ്ലെറ്റ് സെൽസ്, അങ്ങനെ ഇനി നമ്മൾ ട്രക്കിയ എല്ലാ ഡിഫറെൻറ്റ് 7 പ്രോഗ്രാംസ് ആണ് ഞാൻ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അതിനൊക്കെ വ്യത്യസ്തമായ ഫങ്ഷൻ ഉണ്ട്, ഓഫ് കോഴ്സ് വ്യത്യസ്തമായ സ്ട്രക്ചർ ഉണ്ട്, അനാറ്റമി ഡിഫറെൻ്റ് ആണ്, ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി ലങ്സ് ആണ്, അല്ലെങ്കിൽ തൊറാക്സിൻ്റെ അകത്തുള്ള ഈ 2 ലങ്സ് കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ അതിൻ്റെ ഡിഫറെൻറ്റ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഡിസീസാണ് ഞാൻ പറയുന്നത്. സോ ബ്രെത്ത് ഓഫ് ലൈഫ് കണക്ട്സ് ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. നിങ്ങൾ കണ്ണടച്ചിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, അതൊരു ഇൻവോളണ്ടറി ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ചില സ്ക്രിപ്റ്റേഴ്സിൽ പറഞ്ഞേക്കുക എങ്ങനെയാണ്, അല്ലെങ്കിൽ എനിക്ക് ക്രിസ്ത്യനായതുകൊണ്ട് ഞാൻ പറയുകയാണ്, മണ്ണുകൊണ്ട് ഒരു മനുഷ്യരൂപം ഉണ്ടാക്കി യഹോവ അല്ലെങ്കിൽ ദൈവം സൃഷ്ടാവ് അതിലേക്ക് ഊതി ആ എയറാണ് നമ്മുടെ ലൈഫ് നിലനിർത്തുന്നത്. അത് എപ്പോഴും നിന്ന് പോകും, അപ്പോൾ നമ്മുടെ ലൈഫ് ഇല്ലാതെയാവും. അപ്പോൾ ആ വായു ഉള്ളിലേക്ക് എടുക്കുക എന്ന് പറയുന്നതിന് ഒരു ഒത്തിരി എന്താ പറയണ്ടേ, സ്പിരിച്വൽ, മെൻ്റൽ, ഫിസിക്കൽ ആയിട്ടുള്ള മീനിങ് ഉണ്ട്. കാരണം ഈ ശ്വാസത്തെക്കുറിച്ച് തന്നെ ധാരാളം തിയറീസ് ഉണ്ട്, ധാരാളം മൊഡാലിറ്റീസ് ഓഫ് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ആരോഗ്യത്തെ നിലനിർത്താനായിട്ട് ഈ ശ്വാസത്തെ നിയന്ത്രിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. യോഗ നന്നായിട്ട് പറയുന്നു, ആസനാസിൽ അത് പറയുന്നു. അല്ലെങ്കിൽ ഈ ശ്വാസത്തെ നിയന്ത്രിക്കുക, ശ്വാസത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, അങ്ങനെ ഇഷ്ടം പോലെ ഈ ശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മൊഡാലിറ്റീസ് ഓഫ് ഹെൽത്ത് മാനേജിങ്, ഹെൽത്ത് കെയർ സിസ്റ്റംസ് നിലവിലുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഒന്നോർക്കുക, ബ്രെത്ത് ഓഫ് ലൈഫ്, നമ്മുടെ ജീവശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിലും മനസ്സിലും തലച്ചോറിലും ശരീരത്തിലും കണക്റ്റഡ് ആണ് എന്നുള്ളത് ആദ്യമേ മനസ്സിലാക്കുക. ദെൻ വി വിൽ അണ്ടർസ്റ്റാൻഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് സിസ്റ്റം ദാറ്റ് വിച്ച് വി ആർ ഗോയിങ് ടു ലേൺ ടുഡേ. അപ്പോൾ ഇറ്റ്സ് എ ബയോളജിക്കൽ മീനിങ് ഓഫ് ദി സിസ്റ്റം ഓഫ് ലങ്സ്. ലങ്സ് എന്ന് പറഞ്ഞാൽ ഹെഡിങ്ങിൻ്റെ അകത്ത് ഞാൻ വീണ്ടും പറയാതെ വിശദമായിട്ട് പറയാം. ലങ്സ് എന്ന് പറഞ്ഞാൽ ലങ് ആൽവിയോളൈ മാത്രമല്ല, അല്ലെങ്കിൽ നമ്മൾ ലങ്സ് എന്ന് പറഞ്ഞാൽ 2 ശ്വാസകോശം മാത്രമല്ല, അതിൻ്റെ അകത്തുള്ള ഭാഗങ്ങളുണ്ട്, അതിൻ്റെ പുറമേയുള്ള ഭാഗങ്ങളുണ്ട്, അതിൻ്റെ അടിയിലുള്ള ഭാഗമുണ്ട്. ഇതെല്ലാം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ലങ്സ്, ദി ഫസ്റ്റ് ഓർഗൻ ദാറ്റ് വിൽ റിയാക്ട് വെൻ ലൈഫ് ഈസ് ഫീലിംഗ് എ ത്രെറ്റ്. ലൈഫിനെ കുറിച്ച്, ജീവൻ പോകുമോ എന്നുള്ള, ജീവൻ നിന്നു പോകുമോ, ജീവിക്കാൻ പറ്റാതെ വരുമോ, അതൊരു ബയോളജിക്കൽ ത്രെറ്റാണ്. നമുക്ക് ശ്വാസം മുട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എയർ ഓക്സിജൻ അവൈലബിൾ അല്ല, എയർ ബ്രീത്തിങ് അവൈലബിൾ അല്ല, സോ ഓർ ഐ ആം ത്രെറ്റൻഡ് ഇൻ സച്ച് എ സിറ്റുവേഷൻ ദാറ്റ് ഐ എം നോട്ട് അലൗഡ് ടു ടേക്ക് ഇൻ ബ്രെത്ത് അല്ലെങ്കിൽ ഓക്സിജൻ. അതൊരു ലൈഫ് ത്രെറ്റനിങ് സിറ്റുവേഷൻ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഇൻ ദിസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോഗ്രാം ദാറ്റ് today's subject becomes relevant and important. So every lung-related condition expresses one simple truth: something in me felt I might not survive. അപ്പം എൻ്റെ സർവൈവലിന് ഒരു ചലഞ്ച് ആയിട്ട്, ഒരു ത്രെറ്റ് ആയിട്ട് വരുമ്പോഴാണ് എൻ്റെ ഈ ലങ്സ് എന്ന് പറയുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ സിസ്റ്റം ആക്റ്റീവ് ആകുന്നത്, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നത്. സോ ഞാൻ വീണ്ടും ഈ ഡോക്ടേഴ്സിന് അതിൻ്റെ എളുപ്പം മനസ്സിലാക്കാനും പറ്റും. ബാക്കിയുള്ള ഒത്തിരി ടീച്ചേഴ്സ് ഇവിടെയുണ്ട്, ഒത്തിരി ബയോളജി സ്റ്റുഡൻസ് ഉണ്ട്. അതായത് കോമൺ നോളജാണ്. ഇറ്റ്സ് നോട്ട് വെരി ഡിഫിക്കൾട്ട് ഏരിയ അല്ല. ഇപ്പം ലങ്സ് എന്ന് പറഞ്ഞാൽ ശ്വാസകോശം എന്ന് പറയുന്ന ടിഷ്യൂവിൻ്റെ അകത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോമ്പോണൻറ്റ് അല്ലെങ്കിൽ യൂണിറ്റ് ഓഫ് വിച്ച് ഈസ് കോൾഡ് alveoli. So many small cells which take in oxygen and gives out carbon dioxide. അതാണ് alveoli എന്ന് പറയുന്നത്. ഞാൻ എങ്ങനെയാണ് ഇന്നത്തെ പഠിത്തം അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ് സ്കീമറ്റൈസ് ചെയ്തിരിക്കുന്നത് എന്ന് ഞാനൊന്ന് പറയാം. ആദ്യമേ നമ്മൾ അതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കും. ആസ് യു നോ, ലങ്സ് ഡിഫറെൻ്റ് ആണ്, പ്ലൂറ ഡിഫറെൻ്റ് ആണ്, ട്രക്കിയ ഡിഫറെൻ്റ് ആണ്, ഡയഫ്രം ഡിഫറെൻ്റ് ആണ്, ഗോബ്ലെറ്റ് സെൽസ് ഡിഫറെൻ്റ് ആണ്, പ്ലൂറ ഡിഫറെൻ്റ് ആണ്. ഇങ്ങനെ ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് വിച്ച് ടോട്ടലി മേക്സ് 7 സ്ട്രക്ചേഴ്സിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ഓരോ സ്ട്രക്ചറിനും ഓരോ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഉണ്ട്. ദാറ്റ്സ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആദ്യം ഞാൻ സ്ട്രക്ചറിനെ കുറിച്ച് പറയും, ഏത് സ്ട്രക്ചറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബയോളജിക്കൽ ഫങ്ഷൻ, ജൈവികമായിട്ടൊരു പദ്ധതിയുണ്ട്, അല്ലെങ്കിൽ ഒരു പേർപ്പസ് ഉണ്ട്, ഫങ്ഷൻ അല്ലെങ്കിൽ അനാറ്റമി ആൻഡ് ഫിസിയോളജി. ഇനി GHKയിലേക്ക് വരുമ്പോൾ എവറി സ്ട്രക്ചർ ഓർ എവറി ടിഷ്യൂ ഹാസ് ഗോട്ട് എ ബയോളജിക്കൽ തീം. കോൺഫ്ലിക്റ്റിന് ഒരു തീമുണ്ട്. സോ ദാറ്റ് കോൺഫ്ലിക്റ്റ് തീം ബിക്കംസ് ഇമ്പോർട്ടൻറ്റ് in the framework of GHK.
എപ്പോഴാണ് ഏത് കോൺഫ്ലിക്റ്റ് വരുമ്പോഴാണ് ചേഞ്ചസ് ഹാപ്പനിങ് ഇൻ ദി both in the mind level, of course, the triggering DHS, Dirkhammer syndrome, ഇതെല്ലാം ഫണ്ടമെന്റൽ ആണ്. അതിനെക്കുറിച്ച് ഇപ്പോൾ വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല. ഡോക്ടർ ശശിധരന്റെ ക്ലാസ് നന്നായിട്ട് ഫണ്ടമെന്റൽസ് പഠിപ്പിച്ച് പോകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയുള്ള ക്ലാസ്സിലും പങ്കെടുക്കണം. ഇതിനെക്കുറിച്ചുള്ള വളരെ നറേറ്റീവ്സ് വരുന്നുണ്ട്, അതെല്ലാം പഠിക്കണം. വീണ്ടും ബ്രെയിൻ കൺട്രോൾ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതുവരെ നമ്മൾ പഠിക്കാതിരുന്നതാണ് ലങ്സിനെ കൺട്രോൾ ചെയ്യുന്നത് എവിടെയാണ്, ബ്രെയിനിൻ്റെ ഏത് ഭാഗത്താണ് കൺട്രോളിങ് സെൻറ്റർ എന്ന് നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മളതിനെ ബ്രെയിൻ റിലേ എന്ന് പറയും. അത് വളരെ അത്യാവശ്യമാണ്. അത് ബ്രെയിനിൻ്റെ ഏത് ഭാഗത്താണ്, വെദർ ഇറ്റ് ഈസ് ഇൻ ബ്രെയിൻ സ്റ്റം ആണോ, മീസോഡേം അല്ലെങ്കിൽ മെഡുല ആണോ, സെറിബ്രൽ കോർട്ടെക്സ് ആണോ, അല്ലെങ്കിൽ സെറിബെല്ലം ആണോ, ഇങ്ങനെ 4 ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് ദി ബ്രെയിൻ ഏത് ഭാഗത്താണ് ഈ പർട്ടിക്കുലർ ഓർഗനെ കൺട്രോൾ ചെയ്യുന്ന സെൻറ്റർ എന്ന് പഠിച്ചേ തീരും. അത് പഠിക്കണമെങ്കിൽ അതിൻ്റെ ഒണ്ടോജനറ്റിക് സിസ്റ്റം ഓഫ് ട്യൂമേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ 3ാമത്തെ ലോ പഠിക്കണം. അത് പഠിക്കുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ടും എങ്ങനെയാണ് ഈ പ്രത്യേക ടിഷ്യൂ ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ജെർമിനൽ ലെയറിൽ ഏത് ലെയറിൽ നിന്നാണ്, വെദർ ഇറ്റ് ഈസ് ഓഫ് endoderm origin or mesoderm origin, that too old mesoderm, new mesoderm, or finally the ectoderm origin. ഇത് എല്ലാം കൂടെ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ഈ 7 ടിഷ്യൂവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കും. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പോകുന്നത് ലങ് ആൽവിയോളെ കുറിച്ചാണ്. ചെറിയൊരു ഇൻട്രഡക്ഷൻ തരും, അതിനുശേഷം കുറച്ചുകൂടെ വിശദമായിട്ട് ഒരു സ്റ്റെപ്പിൽ അടുത്ത് ചെയ്യും. അപ്പോൾ ലങ് ആൽവിയോളെ ഞാൻ പറഞ്ഞു, ലങ്സിന്റെ യൂണിറ്റ്സ് ആണ്. ലങ് ബോത്ത് pairs of lungs are there. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് ആണ് ആൽവിയോള എന്ന് പറയുന്നത്, വേർ ദി gaseous exchange as I told except. സോ ഇതിൻ്റെ ഫങ്ഷൻ എന്താണ്? ടു അബ്സോർബ് ഓർ ടേക്ക് ഇൻ ഓക്സിജൻ. അപ്പോൾ അതിൻ്റെ കോൺഫ്ലിക്റ്റ് തീം, വെരി 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 ഇമ്പോർട്ടൻറ്റ് ഇൻ ടുഡേസ് ക്ലാസ്. ഇറ്റ് ഈസ് കോൾഡ് ഡെത്ത് ഫ്രൈറ്റ് കോൺഫ്ലിക്റ്റ്. ഡെത്ത് ഫ്രൈറ്റ് കോൺഫ്ലിക്റ്റ്. ഡെത്ത് മീൻസ് ഇറ്റ്സ് എ ബയോളജിക്കൽ, അല്ലാതെ നമ്മൾ മരിക്കുന്നത് ഇങ്ങനെയാണ്, ആദ്യം ബ്രെയിൻ ഡെത്ത് നടക്കുക, കഴിഞ്ഞിട്ട് കാർഡിയാക് ഡെത്ത് നടക്കുക, അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല. വെദർ ഐ ക്യാൻ സർവൈവ്, അത് തന്നെയാണ്. ഐ കനോട്ട് സർവൈവ് എന്ന് പറയുമ്പോഴത്തെ ഐ എം ഗോയിങ് ടു ഡൈ ഡ്യൂ ടു മെനി റീസൺസ്. അപ്പോൾ ഡെത്ത് ഫ്രൈറ്റ് കോൺഫ്ലിക്റ്റ് ആണ് ലങ്സിന്റെ ആൽവിയോളയിൽ ഉണ്ടാകുന്ന എനി ചേഞ്ചസ്. ആൻഡ് എങ്ങനെയാണ് ചേഞ്ചസ് ഉണ്ടാകുന്നതെന്ന് ഞാൻ പറയും, അതുണ്ടാകുന്നതിൻ്റെ കാരണം. ഇത് ഡോക്ടേഴ്സ് ആയവർക്ക് പോലും അറിയത്തില്ല എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞത് സങ്കടമാണ്. ഇത് പഠിക്കാതെ എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് രോഗികളെ ചികിത്സിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ആരോഗ്യത്തിൽ നമ്മൾ ഇടപെടുന്നത് എന്നുള്ളത് ആണ് പ്രധാനപ്പെട്ട ചോദ്യം. അതുകൊണ്ട് ഈ ആൽവിയോളെ കൺട്രോൾ ചെയ്യുന്നത് they are originating from the endoderm. Endoderm is the oldest layer എന്ന് വേണമെങ്കിൽ പറയാം. ബ്രെയിനിലേക്ക് വരുമ്പോഴത്തേക്കും അത് കൺട്രോൾഡ് ബൈ ദി ബ്രെയിൻ സ്റ്റം, which takes into consideration the survival mechanisms like nutrition, excretion, procreation. ഇത്രയും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് വേണം ന്യൂട്രീഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് ലങ് ആൽവിയോളെ എടുക്കാം. ബിക്കോസ് ഒറിജിനലി ഇൻഡസ്റ്റൈനൽ സെൽസിൽ നിന്നാണ് ലങ്സിലെ ടിഷ്യൂ ആൽവിയോള ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് എംബ്രിയോളജി കൂടുതൽ വിശദമായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. Another very important thing that happens is goblet cells. Goblet cells are originally cells derived from the old endoderm derived ആയിട്ടുള്ളതാണ്. നമ്മൾ മ്യൂക്കസ് മെംബ്രെയിൻ ഓഫ് ദി നേസൽ മ്യൂക്കോസായും സൈനസ് മ്യൂക്കോസായും ഒക്കെ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞാണ് there are certain cells that are remaining or remnants, residues of the original endoderm derived ആയിട്ടുള്ള ടിഷ്യൂസിന്. അതുപോലെ തന്നെ ട്രക്കിയയിലും ബ്രോങ്കസിലും, അല്ലെങ്കിൽ ബ്രോങ്കൽ മ്യൂക്കോസായാലും ട്രക്കിയൽ മ്യൂക്കോസായാലും എംബഡഡ് ആയിട്ടുള്ള കുറച്ച് ഫ്യൂ സ്കാറ്റേർഡ് സെൽസ് ആണ് ഗോബ്ലെറ്റ് സെൽസ് എന്ന് പറയുന്നത്. But they are important because they produce always a liquid like a mucinous അല്ലെങ്കിൽ മ്യൂക്കസ് ടൈപ്പ് ആയിട്ടുള്ള സെക്രീഷൻസ് ഉണ്ടാക്കുകയും നമ്മുടെ ഇന്നർ ആയിട്ടുള്ള റെസ്പിറേറ്ററി ട്രാക്റ്റിനെ എപ്പോഴും മോയിസ്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഫങ്ഷൻ ആണ് അവർക്കുള്ളത്. അതുകൊണ്ട് അവരെപ്പോഴും മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജോലിയാണ് ചെയ്യുന്നത്. ഇത് എപ്പോഴാണ് കൂടുതലായിട്ട് മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ദാറ്റ് ടു വെൻ ദർ ഇസ് എ മൈൽഡ് ടൈപ്പ്, നമ്മൾ പറയുകയാണെങ്കിൽ മൈനർ ഡെത്ത് ഫ്രൈറ്റ് കോൺഫ്ലിക്റ്റ് എന്ന് പറയും. മൈനർ, മരിക്കൊന്നുമില്ല പക്ഷെ മരിച്ചേക്കാം എന്നൊക്കെയുള്ള തോന്നൽ വരുമ്പോഴത്തേക്ക് വാണ്ടിങ് ടു പ്രൊട്ടക്ട്, എനിക്ക് ഇതിൻ്റെ അന്ന് അതിജീവിക്കണം എന്ന് നമ്മുടെ ബയോളജി പറയുമ്പോഴാണ് ഈ മ്യൂസിനസ് സെക്രീഷൻസ് അല്ലെങ്കിൽ ഗോബ്ലെറ്റ് സെൽസ് കൂടുതലായിട്ട് സെക്രീറ്റ് ചെയ്യുന്നത്. ആൻഡ് ദേ ആർ ഒറിജിനേറ്റിംഗ് ഫ്രം ദി എൻഡോഡെം.
കൺട്രോൾഡ് ബൈ ദി ബ്രെയിൻ സ്റ്റം. അതുകൊണ്ട് തന്നെ ആ ഒരു പർട്ടിക്കുലർ രീതിയിലാണ് അതിൻ്റെ ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി, ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ഹീലിംഗ് ചേഞ്ചസ് നടക്കുന്നത്. അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറയാം. ബ്രെയിൻ സ്റ്റം ആണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്, ഒറിജിനേറ്റിംഗ് ഫ്രം ദി എൻഡോഡെം. ബ്രോങ്കിയൽ മ്യൂക്കോസ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള സെക്കൻഡ് എന്ന് വേണേൽ പറയാം. നമ്മൾ ഏറ്റവും കൂടുതൽ ബ്രോങ്കൈറ്റിസ് ചുമ എന്നാണ് പറയുന്നത്. എന്നെ ശ്രമിക്കുന്ന ധാരാളം പേര് അമ്മമാരുണ്ട്, അല്ലെങ്കിൽ ഈ നമ്മുടെ മക്കളുടെ ചുമയെക്കുറിച്ച്. ഇന്ന് എനിക്കൊരു കേസ് വന്നു, റെക്കറൻറ്റ് അറ്റാക്സ് ഓഫ് കോൾഡ് കഫ്. അവർ പോയി ആൻറ്റിബയോട്ടിക്സ് അങ്ങനെയൊക്കെ എടുത്തിട്ട് വന്നതാണ്. ഇന്നത്തെ കാലത്ത് ഒരു കുട്ടി 2 കുട്ടിയൊക്കെ ഉള്ള അമ്മമാർ സാധാരണ ചെയ്യുന്ന കൊച്ചിൻ്റെ ചെസ്റ്റ് ഇങ്ങനെ നോക്കിയോണ്ടിരിക്കും. സ്റ്റെത്ത് എടുത്ത്, ഡോക്ടേഴ്സാണ് സ്റ്റെത്ത് എടുത്ത് വെച്ചുകൊണ്ടിരിക്കും. ആസ് ഇഫ് സംതിങ് വെരി ഡേഞ്ചറസ് തിങ് ഹാസ് സ്റ്റാർട്ടഡ് ടു കം ഇൻ. എന്താണ്? ഒരു റാറ്റ്ലിംഗ് ഉണ്ട്, ഒരു റാറ്റ്ലിംഗ് ഉണ്ട്, ഒരു ഇതാണ് മുഴുവൻ പ്രശ്നം. ബട്ട് ദേ ഡോണ്ട് നോ ദാറ്റ് ദർ ഇസ് എ മൈൽഡ് കോൺഫ്ലിക്റ്റ് ആൻഡ് ബോഡി ഈസ് ട്രൈങ് ടു റിപ്പയർ. അപ്പോൾ ഒരു ചെറിയ വീസിങ് വീസിങ് ഉണ്ടായിരുന്നു. ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ അടിച്ചു. അയ്യോ ഞങ്ങൾ അറിഞ്ഞില്ല ഡോക്ടറെ. അവിടെ ചെന്നപ്പോഴാണ് പറഞ്ഞ ഹോമിയോപ്പതി ഡോക്ടർ ഇൻഫെക്ഷൻ്റെ കാര്യം മിണ്ടിയിട്ടേയില്ല, വർഗീസ് ഡോക്ടർ മിണ്ടിയിട്ടേയില്ല. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇൻഫെക്ഷൻ അടിച്ചായിരുന്നു, ഇൻഫെക്ഷൻ വന്നു. അത് വലിയ വലിയ ടോപ്പിക്കാണ്, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നത്. സോ അടുത്തത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഈസ് ട്രക്കിയ. ട്രക്കിയ ഈസ്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്, നമ്മൾ ലാരിങ്സ് പറഞ്ഞപ്പോൾ ലാരിങ്സ് കണ്ടിന്യൂസ് ഇൻ ടു ട്രക്കിയ. ട്രക്കിയ കണ്ടിന്യൂസ് ഓർ ഡിവൈഡ്സ് ഇൻ ടു 2 മേജർ ബ്രോങ്കൈ again split into bronchioles. ഇങ്ങനെയാണ് ആൽവിയോളയിലേക്ക് എത്തുന്ന ആ ഒരു അനാറ്റമി. അപ്പോൾ ട്രക്കിയയുടെ ജോലി അത് അഗൈൻ ട്രാൻസ്ഫർ ഓർ കണ്ടക്ട് എയറിനെ കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ മെത്തേഡാണ്. അതിൻ്റെ കോൺഫ്ലിക്റ്റ് അതിനെക്കുറിച്ച് പറയുന്നത് ഒരു ഫ്രോണ്ടൽ ഫിയർ എന്ന് പറഞ്ഞാൽ ഐ എം ഗോയിങ് ടു മീറ്റ് വിത്ത് എ ഡേഞ്ചർ, or I am helpless and I am straight away going to meet with the dangerous situation. അതാണ് ഫ്രോണ്ടൽ ഫിയർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലാണ് അതുകൊണ്ട്, അതായത് കുട്ടിയാണെങ്കിൽ കുട്ടി പേടിച്ചു, എന്തോ അപകടം വരുന്നതെന്ന് പേടിച്ചു, അതാണ്. അപ്പോൾ അവിടെയും മെയിൻ തീം ഫ്രൈറ്റ് തന്നെയാണ്. അതിനെ കൺട്രോൾ ചെയ്യുന്നത് സെറിബ്രൽ കോർട്ടെക്സ് ആണ്. അതുകൊണ്ട് അത് എക്ടോഡെം ഡിറൈവ്ഡ് ആയിട്ടുള്ള ടിഷ്യൂസ് ആണ്. ഇനി ബ്രോങ്കിയൽ മസിൽസ്, പലപ്പോഴും നമുക്ക് അറിയത്തില്ല ഈ ബ്രോങ്കിയൽ മസിൽസിന് എന്തെങ്കിലും ജോലിയുണ്ടോ. പലപ്പോഴും ബ്രോങ്കിയൽ ആസ്മയെ കുറിച്ച് പറയുന്നിടത്തെല്ലാം ബ്രോങ്കിയൽ ആസ്മയെ കുറിച്ച് പറയുന്ന പഴയ പത്തോളജി ക്ലാസ്സിലൊക്കെ എൻ്റെ കൂട്ടുകാർ കേൾക്കുന്നുണ്ടാവും. അതായത് ബ്രോങ്കിയൽ മസിൽസ് കൺസ്ട്രിക്ട് ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്. വൈ ദാറ്റ് കൺസ്ട്രിക്ഷൻ ഹാപ്പൻസ് എന്ന് നമ്മളോട് പറഞ്ഞിരുന്നില്ല. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ബ്രോങ്കിയൽ മസിൽസ് എയർ ഫ്ലോ കൺട്രോളാണ്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതും ശ്വാസം പുറത്തേക്ക് വിടുന്നതും. അപ്പോൾ അത് എപ്പോഴാണ് ഫെയിൽ ആകുന്നത്? എ സോർട്ട് ഓഫ് ഫിയർ വിത്ത് എ പവർലെസ്നെസ്, ബിക്കോസ് ഇറ്റ്സ് ഓൾ അബൌട്ട് മസിൽസ്, ബ്രോങ്കിയൽ മസിൽസ്. ബ്രോങ്കിയലിൻ്റെ ഒരു മസിൽ കവറിങ് ഉണ്ട്, അതിനെയാണ് ബ്രോങ്കിയൽ മസിൽസ് എന്ന് പറയുന്നത്. അതിൻ്റെ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ പവർലെസ് കോൺഫ്ലിക്റ്റ് ആണ്. ദാറ്റ് മീൻസ് ഐ കനോട്ട് റെസിസ്റ്റ് എ ടെറിട്ടോറിയൽ ഇൻട്രൂഷൻ ഇൻ ടു മൈ. കുട്ടികൾക്ക് വളരെ കോമൺ ആയിട്ട് വരുന്നു, അവരുടെ ടെറിട്ടറിയിലേക്ക് ആരോ കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഭയമാണ് ആ ഒരു ടെറിട്ടോറിയൽ ഇൻട്രൂഷന് കാരണമായിട്ട് വരുന്നത്. അപ്പോഴത്തേക്കും ബോഡി റിയാക്ട് ചെയ്യുന്നതാണ്. അത് മിഡ് ബ്രെയിൻ എന്ന് പറയുന്നതാണ് ഒരു ഏരിയ ആണ്. അത് സെറിബ്രൽ മെഡിലേക്കും ബ്രെയിൻ സ്റ്റെമ്മിനും ഇടയ്ക്കുള്ള ഒരു ഏരിയ ആണ് മിഡ് ബ്രെയിൻ. അതാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇനി വെരി കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു ടിഷ്യൂ പ്ലൂറ കവേഴ്സ് ദി ലങ്സ്, or it is the inner lining of the thoracic cage and also the outer covering of the lung tissue. അതാണ് പ്ലൂറ എന്നത്. സോ അതൊരു ചെറിയ സ്പേസ് ഉള്ളതാണ്. അതിൽ എപ്പോഴും മ്യൂസിനസ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഇതുണ്ടാവും, ലൂബ്രിക്കേഷൻ ഉണ്ടാവും. അത് കൂടുതലാകും, ചിലപ്പോൾ കുറയും. അപ്പോൾ ഹീലിംഗ് സ്റ്റേജ് ചിലപ്പോൾ ഡ്രൈ പ്ലൂറിസി അങ്ങനെയൊക്കെ പറയുന്ന അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കാൻ പോവാണ്. അപ്പോൾ അത് കൺട്രോൾ ചെയ്യുന്നു, ബിക്കോസ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദി കവറിങ്, പ്രൊട്ടക്റ്റിംഗ്. അപ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിഷ്യൂ ആണ് പ്ലൂറ. ജസ്റ്റ് ലൈക്ക് എ പെരിട്ടോണിയം, ജസ്റ്റ് ലൈക്ക് ദ പെരികാർഡിയം, ജസ്റ്റ് ലൈക്ക് അതർ കവറിങ് മെറ്റീരിയൽസ്, ടിഷ്യൂസ്. അതുപോലെയാണ് പ്ലൂറയുടെ കോൺഫ്ലിക്റ്റ് ആക്റ്റീവ്സിൽ അറ്റാക്ക് കോൺഫ്ലിക്റ്റ് ആണ്. ബിക്കോസ് ഓൾ ദീസ് cerebellum controlled tissues that are having the function of covering the most important viscera in the case of abdomen or viscera in the case of lungs, ഇതിനെ കവർ ചെയ്യുന്ന അതിനെയാണ് പ്ലൂറ എന്ന് പറയുന്നത്. അപ്പോൾ അത് അറ്റാക്ക് കോൺഫ്ലിക്റ്റ് ആണ്. ഓർക്കുക, അതിനെ സെറിബെല്ലമാണ് കൺട്രോൾ ചെയ്യുന്നത്. അത് ഈസ് ബിലോങ്ങിങ് ഓർ ഒറിജിനേറ്റിംഗ് ഓർ ഡിറൈവ്ഡ് ഫ്രം ദി ഓൾഡ് മീസോഡെം. Lastly, the tissue that we are going to take up is diaphragm.
ഡയഫ്രം ലങ്സിന്റെ കൂടെ പെടുത്തിയിട്ടാണ് നമ്മൾ ഇപ്പോൾ പഠിക്കുന്നത്. കാരണം ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇൻഡസ്റ്റൈനും അതിൽ ലാർജ് ഇൻഡസ്റ്റൈൻ, സ്മോൾ ഇൻഡസ്റ്റൈൻ ഒക്കെ പഠിക്കുമ്പോൾ ഡയഫ്രത്തെ ഒഴിവാക്കും. ഡയഫ്രം, ആസ് യു നോ, ആസ് ഓൾമോസ്റ്റ് ഓൾ ഓഫ് യു നോ, ഇറ്റ് ഈസ് the separation, separating muscular tissue, തൊറാക്സും അബ്ഡോമിനും കൂടെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. അതിൻ്റെ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന ഒരു ബ്രീത്തിങ് മൂവ്മെന്റ് തന്നെയാണ്, ഒരു ഫിയർ ഓഫ് സഫോക്കേഷൻ തന്നെയാണ്, ഫിയർ ഓഫ് സഫോക്കേഷൻ. ബട്ട് ദാറ്റ് ഈസ് ഫിസിക്കൽ, അല്ലെങ്കിൽ ഒരു ഓവർവെൽമിങ് എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ പറയാം. കൂടുതൽ അങ്ങോട്ട് പഠിക്കുമ്പോൾ മനസ്സിലാക്കാം കാർഡിയാക് കൊറോണറി ആർട്ടറീസിന്റെ കോൺഫ്ലിക്റ്റ് ഒക്കെ പറയുന്നത്, അല്ല സോറി, മസിലിന്റെ കാർഡിയാക് മസിൽ, ലൈക്ക് മയോകാർഡിയത്തിന്റെ കോൺഫ്ലിക്റ്റ് പറയുമ്പോൾ നിങ്ങൾ ഓവർവെമിങ് നെഗറ്റീവ് സ്ട്രെസ് ഓവർലോഡ് എന്ന് നിങ്ങൾ പഠിക്കും. അതുപോലെ തന്നെ ഇത് ഫിസിക്കൽ സ്ട്രെസ് ഓവർലോഡാണ്. ഐ ഹാവ് ബീൻ ടു മച്ച് എക്സേർട്ടിങ്, ഇന്ന് ഭയങ്കരമായിട്ട് കയറ്റം കയറി, ഇന്ന് ഭയങ്കരമായിട്ട് ഓടി, ഇന്ന് ഭയങ്കരമായിട്ട് ജോലി ചെയ്തു എന്നൊക്കെ പറയുന്നൊരു ഓവർവെമിങ് ഫിസിക്കൽ എക്സ്പീരിയൻസ് ആണ് ദി ടിഷ്യൂ ഓഫ് കോൾഡ് ഡയഫ്രം ഈസ് മാനേജിങ്. അപ്പോൾ ഇതിനെ കുറച്ചുകൂടെ വിശദമായിട്ട് ഞാൻ പഠിച്ചിട്ട് മുമ്പോട്ട് പോകാം. Each of these is a meaningful biological program. ഇതുമായിട്ട് സംബന്ധമായിട്ടുള്ള സിംറ്റംസ് ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോഴെല്ലാം ഓർക്കുക, ഈ ടിഷ്യൂവിൽ ഉണ്ടാകുന്ന സിംറ്റംസ് ഒന്നും നമുക്കിട്ട്, ഞാൻ പലപ്പോഴും ഉപയോഗിച്ച വാക്കാണ്, നമുക്കിട്ട് പണി തരാനായിട്ട്, അത് പുതിയ തലമുറയ്ക്ക് മനസ്സിലാകുന്നൊരു വാക്ക്, നമ്മളെ ഉപദ്രവിക്കാനായിട്ട് ഉള്ള സിംറ്റംസ് അല്ല എന്ന് മനസ്സിലാക്കുക. എന്ന് പറഞ്ഞാൽ എന്താണ്? ചുമ വന്നാൽ ഓക്കെ, ഇറ്റ് ഹാസ് ഗോട്ട് എ ബയോളജിക്കൽ മീനിങ്. അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ വന്നാൽ ഇറ്റ് ഹാസ് ഗോട്ട് എ ബയോളജിക്കൽ മീനിങ്. ബ്രോങ്കിൽ ആസ്ത്മ എന്ന ആസ്മാറ്റിക് ബ്രീത്തിങ്, ഇറ്റ് ഹാസ് ഗോട്ട് എ പേർപ്പസ്, ഇറ്റ് ഹാസ് ഗോട്ട് എ മീനിങ്. അതിന്റെ പർപ്പസ് ഉണ്ട്. അത് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും തിങ്സ് ബിക്കം ഈസി ആൻഡ് യു ക്യാൻ ബി റിലീവ്ഡ് ഓഫ് യുവർ ഹിഡൻ ഫിയർ ഓഫ് ഡിസീസസ്. അതാണ് നമ്മുടെ പർപ്പസ്. ഇവിടെ പഠിപ്പിക്കുമ്പോഴത്തേക്കും രോഗത്തെക്കുറിച്ച് പറഞ്ഞ് പേടിപ്പിച്ചിട്ട് അല്ല നമുക്ക് വേണ്ടത്. ഇതിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു ബയോളജി, അല്ലെങ്കിൽ ഒരു നിയന്താവ് ഇതെല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് എല്ലാം പോസിറ്റീവായിട്ട് നമ്മുടെ ഉള്ളിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഒരു ഡിവൈൻ ആയിട്ടുള്ള പ്രോഗ്രാമിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ് ആദ്യമേ മനസ്സിലാക്കുന്നത്. സോ കുറച്ചുകൂടെ വിശദമായി ഞാൻ ഈ 7 ടിഷ്യൂസിലുള്ള ഫങ്ഷൻസ്, എന്തിനാണ് ഇതെല്ലാം കൂടെ ഒരു ദിവസം ചർച്ച ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ ക്യാൻ സ്പെൻഡ് 1 day വിത്ത് എ സിംഗിൾ പ്രോഗ്രാം. ലങ് ആൽവിയോളെ മാത്രം എടുത്തിട്ട് ഒരു ദിവസം ക്ലാസ് എടുക്കാൻ പറ്റും. ബട്ട് ദാറ്റ് ഈസ് നോട്ട് വാട്ട് ഈസ് എക്സ്പെക്റ്റഡ്. നിങ്ങൾ ഓരോരുത്തരും യു ഹാവ് ടു ഗോ ബാക്ക് ആൻഡ് റീഡ് ദാറ്റ് പോർഷൻ. എങ്കിലേ നിങ്ങൾക്ക് അത് ഹൃദയസ്ഥമാകും. ഞാൻ റിപ്പീറ്റ് ചെയ്യുവാണ്, നമുക്ക് എന്നും പഠിപ്പിച്ചാൽ ശരിയാകുന്നത് നിങ്ങൾ പഠിക്കുകയും കൂടെ ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ലങ് ആൽവിയോളയിലേക്ക് വീണ്ടും ഞാൻ തിരിച്ചു വരുവാണ്. കോൺഫ്ലിക്റ്റ് ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് കോൾഡ് ഡെത്ത് ഫ്രൈറ്റ് കോൺഫ്ലിക്റ്റ്. നമുക്ക് ഇങ്ങനെ വേണേൽ പറയാം, ഇറ്റ് ഈസ് ദി ഓൾഡസ്റ്റ് കോൺഫ്ലിക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം, ഓൾഡസ്റ്റ് പ്രോഗ്രാം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ഓൾഡസ്റ്റ്, ബിക്കോസ് ഓഫ് സോ മെനി റീസൺസ്. ഓൾഡ് ബ്രെയിൻ ആണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ എവല്യൂഷൻ വൈസ് ആയിട്ട് പറയുവാണെങ്കിൽ ഓൾഡസ്റ്റ് ടിഷ്യൂ ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പല കാരണം കൊണ്ടും ഓൾഡസ്റ്റ് പ്രോഗ്രാം എന്ന് നമുക്ക് വിളിക്കാം. എന്താണത്? ഐ കോണ്ട് ബ്രീത്ത്, അടുത്ത നിമിഷത്തിൽ ഐ വിൽ ഡൈ. അതാണ്. ഇഫ് ഐ ആം നോട്ട് ഏബിൾ ടു ബ്രീത്ത് ബിക്കോസ് ഐ എം എ മാൻ, ഐ എം നോട്ട് എ ഫിഷ് with gills and all, I am no more a fish, I am in the land, therefore I have to breathe and I am going to stop my breathing or I am going to die. അപ്പോൾ എന്ത് ചെയ്യണം? ഇമ്മീഡിയറ്റ്ലി ബോഡി റിയാക്ട്സ്. എങ്ങനെയാണ് റിയാക്ട്? അല്ല, വർക്ക്സ് ഇൻ ദി നാച്ചുറൽ വേ. അതെന്താണ്? ദി ബോഡി വിൽ ട്രൈ ടു മൾട്ടിപ്ലൈ ദി സെൽസ്, അല്ലെങ്കിൽ ആൽവിയോളാർ സെൽസ് മൾട്ടിപ്ലിക്കേഷൻ വരും. അങ്ങനെ വരുമ്പോഴത്തേക്കുമാണ് വാട്ട് വി സി ഈസ് എ ട്യൂമർ, an opacity or something. എക്സ്റേ എടുക്കുമ്പോഴത്തേക്ക് അവിടെ എന്തോ ഒരു തടിപ്പുണ്ടല്ലോ. ഇത് മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സ്, അവിടെ ഒരു തടിപ്പുണ്ട്. സോ ഇറ്റ് ക്യാൻ ബി എ ലങ് ട്യൂമർ, or it can be a primary complex, it can be a tuberculosis, it can be a cancer. അങ്ങനെ പറഞ്ഞിട്ട് ജനങ്ങളെ പേടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. In reality, what is that? He had met with a life-threatening situation where he himself thought that I will die. അതാണ് അതിന്റെ കാരണം. അപ്പൊ അവിടെ സെൽ ഇൻക്രീസ് വരുന്നു, അല്ലെ സെൽ proliferation എന്ന് പറയും. എന്തിനാണ്? ബോഡി, ദി ബയോളജി ഈസ് ട്രൈങ് ടു എനേബിൾ ദിസ് ഇൻഡിവിജ്വൽ by proliferating or by increasing the number of alveoli. The individual may be enabled to breathe in oxygen, more of oxygen or easily. അതാണ് അത് ചെയ്യുന്നത്. അപ്പോൾ during the conflict activity there will be cellular multiplication in order to enable the individual to take in more of oxygen. Then what happens? The problem is over.
the individual has resolved, or the body has to go by, restore to its original stage. What is it? Then അവിടെയാണ് നമ്മൾ ട്യൂബർകുലർ ബാസിലയെ ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഫ്രം ഔട്ട്സൈഡ്. പറന്നു വരുന്ന ആകാശം മുഴുവൻ ഇങ്ങനെ ട്യൂബർകുലോസിസ് ബാസിലസ് പറന്ന് പറഞ്ഞിട്ട് ഇയാളെ കയറി പിടിക്കുകയല്ല ചെയ്യുന്നു. അല്ലെങ്കിൽ അവിടെ ഒരു ട്യൂബർകുലർ പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, അയാളുടെ സ്പ്യൂട്ടത്തിൽ നിന്ന്, കഫിൽ നിന്ന്, അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോൾ എയറോസോൾസ് ആയിട്ട് പറന്നു വന്നിട്ട് എന്നെ കയറി അറ്റാക്ക് ചെയ്യുന്നതല്ല. ഇതെല്ലാം മെൻഷൻ ചെയ്ത് പോകാനേ പറ്റത്തുള്ളൂ. യു ഹാവ് ടു റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ വീട്ടിലൊരാൾക്കുണ്ടെങ്കിൽ എന്നെ ട്യൂബർകുലോസ് കയറി പിടിക്കത്തില്ല. Tubercular bacilli are utilized by the body, by its program, and then all these cells will get depleted or dissolved, and that is exactly what is called tuberculosis. They say infection. There is no infection like that. Appo endana? It's a meaningful program. Real meaning endana? So it's a biological program in emergency situations. കോവിഡ് വന്നപ്പോഴത്തേക്ക് മരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇവിടെ ഓക്സിജൻ സിലിണ്ടറിന് ഭയങ്കരമായ ദാരിദ്ര്യമായി. എന്താണ്? ആശുപത്രികൾ തമ്മിൽ വില പേശുന്നു, അതിൻ്റെ വില 5-10 ഇരട്ടിയായി, കിട്ടാനില്ല. ഇതുപോലെയാണ് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് ശ്വാസം എടുക്കാനുള്ളത്, പക്ഷെ നമ്മൾ പേടിക്കാതിരുന്നാൽ മതി. അപ്പൊ എമർജൻസി സിറ്റുവേഷനിൽ ഓക്സിജൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രാപ്തരാക്കുന്ന സാധനമാണ് ലങ്. എല്ലാവർക്കും ഉണ്ട്. ഇവിടെ ആവശ്യത്തിനുള്ള ഓക്സിജൻ ഉണ്ട്. ഇവിടെ ഓക്സിജൻ ഇല്ലെന്ന് ആ വ്യക്തിക്ക് തോന്നിയ ഒരു ഡെല്യൂഷനാണ്, ഒരു തോന്നലാണ്. അതിനെയാണ് നമ്മൾ കറക്റ്റ് ചെയ്യുന്നത്. യു ഡോണ്ട് നീഡ് ടു ബി അഫ്രൈഡ് ഓഫ്. ഒരു വൈറസും നിങ്ങളെ കയറി പിടിപ്പിക്കത്തില്ല. നിങ്ങൾ ആശുപത്രിയിൽ പോയി പരിശോധിക്കാൻ പോകണ്ട. അന്നേരം നിങ്ങൾ TPR അറിയാമല്ലോ, ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് ഒക്കെ ഉണ്ട് അവിടെ. അത് 10-1 പോസിറ്റീവ് ആക്കിയാലേ പറ്റത്തുള്ളൂ. ഐ ഡോണ്ട് ഹാവ് ടൈം ടു ഗോ ത്രൂ ദാറ്റ്. ഗോബ്ലെറ്റ് സെൽസ്. സോ ദാറ്റ്സ് ഓൾ. നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാരണം ഈ ട്യൂബർകുലർ ലങ് ആൽവിയോളെ ഡെത്ത് ഫ്രൈറ്റ് എൻഡോഡേം ബ്രെയിൻ സ്റ്റെം കൺട്രോൾഡ് ഓർഗൻ CFAs self-production. Okay, thank you, Shashi. So, ഈ പ്രോഗ്രാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പല കേസുകളിൽ അവർക്ക് ഈ കോൺഫ്ലിക്റ്റ് അറിയത്തില്ലാത്തതുകൊണ്ടും ഈ പ്രോഗ്രാം അറിയത്തില്ലാത്തതുകൊണ്ടും ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി ഡേ അല്ലെങ്കിൽ എൻഡ് ഓഫ് ദി ലൈഫ് ഡോക്ടേഴ്സ് സംശയമാണ്. ആദ്യം കുറച്ച് പേര് പറഞ്ഞത് ട്യൂബർകുലോസിസാണ്, കുറച്ച് പേര് പറഞ്ഞത് ലങ് അല്ല ക്യാൻസർ ആയിട്ട് ടേൺ ചെയ്യും. ഇറ്റ് ഈസ് സെയിം തിങ്. അവിടെ ഡിപ്ലേഷൻ നടക്കുന്നു. ട്യൂമർ ഡിസോൾവ് അല്ല, ഡിപ്ലീറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഇറ്റ് ഈസ് ഗെറ്റിംഗ് റിസോൾവ്. അപ്പം അത് പുറത്തേക്ക് പോകണം. ട്യൂബർകുലർ കണ്ടന്റ് അതിനകത്ത് ഉണ്ടാവും. ചുമയ്ക്കുന്ന സ്പ്യൂട്ടത്തിൻ്റെ അകത്ത് ട്യൂബർകുലർ ബാസിലസ് ഉണ്ടാകും. സോ മച്ച് ഓഫ് പ്രോട്ടീൻ വിൽ ബി ദർ. ദർ വിൽ ബി നൈറ്റ് സ്വെറ്റ്സ് ഡ്യൂറിങ് ദി ഹീലിംഗ് പ്രോസസ്. ദർ വിൽ ബി ഫീവർ. ഇതെല്ലാം കൂടെ കൂടിയിട്ടാണ് ആ രോഗിയെ ഇൻസ്റ്റെഡ് ഓഫ് എംപവറിങ് ഓർ ഇൻസ്റ്റെഡ് ഓഫ് soothing that patient, we are frightening in this modern medical, with this modern medical knowledge. So I am going to next one, goblet cells. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി അമ്മമാരുടെ പ്രശ്നം, അയ്യോ ഇന്ന് വീസിങ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സി വീസിങ് ഈസ് എ പോസിറ്റീവ് തിങ്. ഈ ഗോബ്ലെറ്റ് സെൽസിന്റെ എക്സ്ക്രീഷൻ പറയാൻ പറ്റില്ല, സെക്രീഷൻ, ഇറ്റ് ഈസ് ബിറ്റ് മോർ. വൈ? ദാറ്റ് ഇൻഡിവിജ്വൽ, ദാറ്റ് ചൈൽഡ് ഹാപ്പൻ ടു മീറ്റ് വിത്ത് എ മൈനർ സോർട്ട് ഓഫ് ലൈഫ് ത്രെറ്റനിങ് ഫിയർ. അത്രേ ഉള്ളൂ. ഡെത്ത് ഫ്രൈറ്റിലേക്ക് പോയില്ല, അതിൻ്റെ ഇപ്പുറത്ത്, കുറച്ചിപ്പുറത്ത്. ബട്ട് കൺട്രോളിങ് മെക്കാനിസം ഒന്നാണ്, അതിൻ്റെ പ്രോഗ്രാം ഒന്നാണ്. ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി ദർ വിൽ ബി മൾട്ടിപ്ലിക്കേഷൻ. ഇതിൻ്റെ കൺട്രോളിങ് സെൻറ്റർ മാത്രം ഇൻസ്റ്റെഡ് ഓഫ് ബ്രെയിൻ സ്റ്റെം, ഇറ്റ് ഈസ് ബൈ ദി So it's an organ, or it is an area of the brainstem, just above the brainstem and near the cerebral medulla. Okay. So goblet cells are minor death fright aanu, but there is a reflex type of action aanu varunathu. Its purpose is to produce more of mucus. Athre ullu. Avada mucus undavum. എല്ലാവരും പേടിയാണ്, അയ്യോ അത് ആസ്മയായിട്ട് വരും, അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടതായിട്ട്, നെബുലൈസേഷൻ ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ഇൻഹെയിൽ ചെയ്യേണ്ടത് ഒന്നും ആവശ്യമില്ല. യു ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ്സ് എ പ്രോസസ്, പോസിറ്റീവ്, ജസ്റ്റ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ യു ക്യാൻ ബി കൂൾ. അമ്മമാർക്ക് പേടിയാണ്, അയ്യോ കൊച്ചിന് ഇന്നലെ വീസിങ് വന്നു. ദാറ്റ് സിംപ്ലി മീൻസ് ഇറ്റ് ഹാപ്പൻ ടു മീറ്റ് വിത്ത് എ life threatening. It's not very serious like alveolar involvement. അപ്പോൾ ഈ മ്യൂക്കസ്
ഡിസ്ചാർജിനെ അല്ലെങ്കിൽ മ്യൂക്കസ് സെക്രീഷനെയും പലപ്പോഴും നമ്മൾ ബ്രോങ്കൈറ്റിസ് എന്ന് വിളിക്കാറുണ്ട്. ബിക്കോസ് ഇറ്റ് ക്യാൻ കോസ് കഫ് ഓൾസോ. സോ ആ ഡിസ്ചാർജ്, മ്യൂക്കസ് ഡിസ്ചാർജ് കാണുമ്പോൾ തന്നെ ബ്രോങ്കൈറ്റിസ് ആണെന്ന് നമ്മൾ പലപ്പോഴും ഡയഗ്നോസ് ചെയ്യും. നെക്സ്റ്റ് വി ആർ കമ്മിങ് ടു ദി കമ്മ്യൂണിക്കേഷൻ ഏരിയ, അതായത് ടിഷ്യൂസ്. എന്തൊക്കെയാണത്? നമ്മൾ ശ്വാസം എടുക്കുന്നു, ട്രക്കിയയിൽ നിന്ന് അല്ലെങ്കിൽ ലാരിങ്സിലൂടെ വരുന്ന ഓക്സിജൻ അല്ലെങ്കിൽ എയർ, ഇറ്റ് ഈസ് ബീയിങ് ടേക്കൺ ഇൻ ത്രൂ ദി ലാരിങ്സിലൂടെ കടന്ന് ട്രക്കിയ, ദെൻ ഇറ്റ് ഷുഡ് ഗോ ടു ദി ബ്രോങ്കൈ. അപ്പോൾ ഈ ബ്രോങ്കയുടെ ഇന്നർ ലൈനിങ് ആണ് അടുത്ത പ്രോഗ്രാം, അടുത്ത ടിഷ്യൂ, ദാറ്റ് ഈസ് കോൾഡ് ബ്രോങ്കിയൽ മ്യൂക്കോസ. Mucous membrane I have explained in many different system. Mucous membrane always from the ectoderm origin, controlled by the cerebral cortex. അതുകൊണ്ട് ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി ഒരു പ്രത്യേക രീതിയിലായിരിക്കും, ഡ്യൂറിങ് ഹീലിംഗ് ദർ വിൽ ബി എ ഡിഫറെൻറ്റ്, എൻറ്റയർലി ഡിഫറെൻറ്റ് ചേഞ്ച്. അതിനു മുമ്പായിട്ട് നമുക്ക് ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് നോട്ട് എ ഡെത്ത് ഫ്രൈറ്റ്, ബട്ട് ഇറ്റ് ഈസ് കോൾഡ് എ ടെറിട്ടോറിയൽ ഫിയർ. എൻ്റെ ടെറിട്ടറി ബിക്കംസ് ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ഡെത്ത്. It is not about death, but I have got a fear with regard to my territory where I am comfortable now. So any challenge, any threat for that territory is the conflict that affects the bronchial mucosa. എന്നെ ശ്രമിക്കുന്ന ഡോക്ടർമാർ ദയവ് ചെയ്ത് ഇത് പഠിക്കണം. കാരണം ഒരാൾ ചുമയ്ക്കുമ്പോൾ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ആർക്കെങ്കിലും വിഷമം ഉണ്ടാകുകയുണ്ടാവും. ഈ GNM പഠിക്കാത്ത ഒരാൾക്ക്, ഒരു ഡോക്ടർക്ക് എന്തുകൊണ്ടാണ് ഒരു പേഷ്യൻ്റ് അല്ലെങ്കിൽ വീട്ടിലുള്ള ആൾക്കാർ എന്തുകൊണ്ടാണ് ചുമയ്ക്കുന്നതെന്ന് അറിയത്തില്ല എന്നുള്ള ദുഃഖസത്യം എനിക്ക് പറയേണ്ടതായിട്ട് വരുന്നു വീണ്ടും. അതുകൊണ്ട് വീണ്ടും ഡോക്ടർ ഹാമർ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്, in the case of girls or in the case of females and in the case of male, they have got different conflicts. It is called scare fright conflict in the case of females. ആരാണ് females? ഹോർമോണൽ വൈസ് ഫീമെയിൽ ആണ്. ഈസ്ട്രജൻ ഹൈ ആണ്, ടെസ്റ്റോസ്റ്ററോൺ ലോ ആണ്. ചില കേസുകളിൽ ഈസ്ട്രജൻ ഡൗൺ ആവും, ടെസ്റ്റോസ്റ്ററോൺ മേ ഓർ ഇറ്റ് മേ ഓവർടേക്ക്. അപ്പോൾ അവരുടെ ഹോർമോണൽ ലെസ് ആണ്. അപ്പോഴത്തേക്ക് അത് മെയിൽ ഫാഷൻ ആയിരിക്കും റിയാക്ട് ചെയ്യും. ഇതൊക്കെ വളരെ വാല്യുബിൾ നോളജ് ആണ്. അത് പെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതെല്ലാം മനസ്സിലാകത്തില്ല. അപ്പോൾ ഫീമെയിൽസിനും മെയിൽസിനും ബ്രോങ്കിയൽ മ്യൂക്കോസ പ്രോഗ്രാം ഡിഫറെൻറ്റ് കോസേഷൻ കാരണമാണ് ഉണ്ടാകുന്നത്. ഹീലിംഗിൽ ഇൻ ബോത്ത് കേസസ് ദർ വിൽ ബി ദി വെരി വെരി കോമൺ കഫ്. കഫ് നമ്മൾ പല പ്രാവശ്യം പലയിടത്ത് സ്പർശിച്ചു. ഓൾറെഡി നമ്മൾ ഫാരിങ്സ് ഇനി എടുക്കും. നമ്മൾ ഫാരിഞ്ചിയൽ കഫുണ്ട്, ലാരിഞ്ചിയൽ കഫുണ്ട്, ബ്രോങ്കിയൽ കഫുണ്ട്. ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് ബ്രോങ്കിയൽ കഫിനെ കുറിച്ചാണ്. സോ ദാറ്റ് ഈസ് ഓൾസോ എ പ്രൊഡക്റ്റീവ് കഫ്. അപ്പോൾ ഹീലിംഗിലുണ്ടാകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന മിക്കവാറും ബ്രോങ്കിയൽ കഫാണ്. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ഈസ് ഫ്രം ദി മിഡിൽ ഓഫ് ദി ചെസ്റ്റ് ദാറ്റ് ദി കഫ്. അവിടെ എന്തോ ഇരിക്കുന്നു, അവിടെ എന്തോ കുത്തുന്നു, അവിടെ എന്തോ സംതിങ് എന്നൊക്കെ തോന്നുന്നത് ഇവിടെയാണ്. ഇവിടെ അത് കുത്തലൊക്കെ തോന്നാമേ. അപ്പോൾ ഇൻഫ്ലമേഷനാണ് അതിന് കാരണം. അതിനാണ് നമ്മൾ ബ്രോങ്കൈറ്റിസ് എന്ന് വിളിക്കുന്നത്. ഇനി ബ്രോങ്കസിന്റെ മുകളിലേക്ക് ഉള്ളതാണ് ട്രക്കിയ. ട്രക്കിയയുടെ മ്യൂക്കസ് മെംബ്രെയിനാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആകുന്നത്. അപ്പോൾ അവിടുത്തെ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് വീണ്ടും ഫ്രോണ്ടൽ ഫിയർ കോൺഫ്ലിക്റ്റ് ആണ്. ഫ്രോണ്ടൽ ഫിയർ. സോ സംതിങ് ഐ ആം heading for some dangerous, some danger is going to happen. എനിക്കറിയില്ലായിരുന്നു എന്താ ഫ്രോണ്ടൽ ഫിയർ എന്നുള്ളത്. എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഓസ്ട്രിയയിൽ കാരലിൻ്റെ ക്ലാസ് കൂടിയപ്പോഴത്തേക്കും പുള്ളിക്കാരത്തി ഒരു ഇമേജ് പറഞ്ഞ് എൻ്റെ മനസ്സിൽ ഇപ്പോഴുള്ളൂ. സപ്പോസ് യു ഹാപ്പൻ ടു ബി ഒരു ലോറിയുടെ ഒരു ട്രക്കിൻ്റെ മുകളിൽ നിങ്ങൾ നിൽക്കുവാണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ പോട്ടെ, നിങ്ങളൊരു ഇപ്പോഴത്തെ ഇഷ്ടംപോലെ റൂഫ് ടോപ്പ് ഓപ്പൺ ആയിട്ടുള്ള കാറുകൾ കിട്ടുമല്ലോ. ഒരു കുട്ടി അല്ലെങ്കിൽ ഒരാൾ ഇവിടെ എണീറ്റ് നിൽക്കുവാണ്, വളരെ ഫാസ്റ്റായിട്ട് വണ്ടി പോവുകയാണ്. ബട്ട് സഡൻലി ഈ കാറിന് കടന്നു പോകാം, പക്ഷെ നമ്മുടെ തല കടന്നു പോകത്തില്ലാത്തൊരു അപകടം ഫ്രണ്ടിലേക്ക് വരുന്നു. അപ്പോൾ ഐ ആം നോട്ട് സഫീഷ്യൻ്റ്ലി ടേക്കിംഗ് കെയർ ടു പ്രൊട്ടക്ട് മൈ ഹെഡ്. എൻ്റെ തല ചെന്ന് ഇടിക്കും എന്ന് തോന്നുന്നു. അതാണ് ഫ്രോണ്ടൽ ഫിയർ. അല്ലെങ്കിൽ നമ്മൾ ട്രക്കിൻ്റെ മുകളിൽ നിൽക്കുവാണ്, നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നിവൃത്തിയില്ല, നമ്മുടെ നേരെ എഗൻസ്റ്റ് ആയിട്ടൊരു അപകടം വന്നിട്ട് ഇങ്ങനെ വരുവാണ്, നമ്മൾ അതിൻ്റെ ഹെഡിങ് ഫോർവേഡാണ്. ഇതാണ് ഫ്രോണ്ടൽ ഫിയർ. I am at a particular point, I am convinced that I am heading forward for a danger. ഇത് നിങ്ങൾ മറന്നേക്കരുത്. ഇതാണ് എൻ്റെ മനസ്സിലുള്ള ഫ്രോണ്ടൽ ഫിയറിനെ കുറിച്ചുള്ള ഫ്രൈറ്റ്, ആൻഡ് ദാറ്റ് ഈസ് അഫക്റ്റിംഗ് ട്രക്കിയ. ഇനി നമ്മൾ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രോണ്ടൽ ഫിയർ എന്താണ് നമ്മൾ പറയും. തൈറോയ്ഡ് പഠിക്കുമ്പോൾ, ബ്രാക്കിയൽ പ്ലെക്സസ് പഠിക്കുമ്പോൾ, അല്ലെ ബ്രേക്കിയൽ ആർട്ടറി പഠിക്കുമ്പോൾ, അങ്ങനെ പലയിടത്തും നമ്മൾ വീണ്ടും ഈ ഫ്രോണ്ടൽ ഫിയർ നമ്മൾ പഠിക്കും.
Fear of something approaching head on. We are straight away going to a danger. അത് നിങ്ങൾ മനസ്സിലാക്കണം. imminent fear, immediately coming ആണ്. So that also can cause a sore throat, cough and temporary constriction in the larynx. ഇനി ഈ രണ്ട് മസ്കുലർ ലെയറിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ബ്രോങ്കിയൽ മസിൽസ് ഉണ്ട്, ട്രക്കിയയ്ക്കും മസിൽസ് ഉണ്ട്. ബട്ട് വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് ബ്രോങ്കിയൽ മസിൽസ് നൗ. എന്താണ് അതിൻ്റെ അകത്ത് എപ്പോഴും മസിൽസ് മീൻസ് എ പവർ. അപ്പോൾ ഇവിടെ മസ്കുലർ പവർ ബിക്കംസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എന്താണ് കോൺഫ്ലിക്റ്റ്? ഐ ഫെയിൽ ഇൻ മൈ പവർലെസ്നെസ് ഫീലിംഗ് വരുമ്പോഴാണ് ഇത് വരുന്നത്, മസിലിൻ്റെ ഇൻവോൾവ്മെന്റ് വരുന്നത് ഡ്യൂറിങ് ദി കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി. സോ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് an inability to repel invader in one space. ഇപ്പൊ നമ്മുടെ ടെറിട്ടറി, ബിക്കോസ് ഇറ്റ് ഈസ് എ ബ്രോങ്കിയൽ, അതുകൊണ്ട് അതിന്റെ ടെറിട്ടറി ഇമ്പോർട്ടൻ്റ് ആവുന്നു. There has happened an invasion by somebody, by something or somebody whom or we cannot resist. We are helpless, powerless, we cannot get out of. അപ്പോൾ അത് ലൈഫ് സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലാകും എപ്പോഴാണ് നമുക്ക് ആ ഒരു പവർലെസ് ഫീലിംഗ് വരുന്നത്, അങ്ങനെയാണ് നമുക്ക് ഭയം വരുന്നത്, അങ്ങനെയാണ് നിങ്ങൾക്ക് ബ്രോങ്കിയൽ മസ്കുലർ ആക്ഷനിൽ വീക്ക്നെസ് വരുന്നത്, അങ്ങനെയാണ് ബ്രോങ്കിയൽ ആസ്തമ ഫീലിംഗ് വരുന്നത്. സോ ബ്രോങ്കിയൽ ആസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന ബ്രോങ്കിയൽ മസിൽസിന്റെ പ്രോഗ്രാമാണ് എന്നുള്ളത് മനസ്സിലാവും. സോ ദർ വിൽ ബി ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ആൻഡ് ആസ്തമ ലൈക്ക് ഫീലിംഗ്. ഹീലിംഗ് എന്താണ് സംഭവിക്കുന്നത്? അവിടെ ഈ കൺസ്ട്രിക്റ്റഡ് ഫീലിംഗ് ആണ് ആദ്യം വരുന്നത്. നമ്മൾ പത്തോളജി പഠിക്കുമ്പോൾ മനസ്സിലായി, ഇൻ ദ കേസ് ഓഫ് ആസ്തമ ദർ ഇസ് എ സ്റ്റേജ് വെർ ഇസ് എ കൺസ്ട്രിക്ഷൻ and there is a phlegm production or mucus production. So mucus production is happening during the healing phase. നമ്മൾ പഠിച്ചപ്പോൾ ഒരുമിച്ച് പഠിച്ചെന്നേ ഉള്ളൂ. ആക്ച്വലി ഇത് രണ്ട് ഫേസ് ആണ് നമ്മളോട് ആരും പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ഇടയ്ക്ക് ഡ്യൂറിങ് ദി ഹീലിംഗ് ഫേസ് ദർ ഇസ് എ ബ്യൂട്ടിഫുൾ, ഐ എം ഓൾവേസ് calling it as beautiful part of the healing, that is called epileptocrisis. So it is during the healing that someone coughs. When someone is coughing, he is in the middle of that program of the healing phase, and that is called epileptoid. So cough, aതൊരു purpose ഉണ്ട്. എന്താണ്? It is almost like the conflict activity replicated and repeated, and that is, അതിന്റെ purpose എന്താണ്? You need to bring out this phlegm or production of the phlegm to bring it down outside. അപ്പൊ ഹീലിംഗ് ഫേസിലാണ് relaxation. There will be a weakness will be there. Of course, there will be cough, and that cough will be full of mucus or phlegm will be there. And it is actually during that time that we feel asthma. So asthma എന്ന് പറയുന്നതിൻ്റെ അകത്തും ഈ രണ്ട് ഫേസിൽ വരാം, കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി വരാം. അല്ല, ഞാൻ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞത്, ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് ലൈക്ക് എ സീസോ ആക്ഷൻ. ബ്രോങ്കിയലും ലാരിഞ്ചിയലുമായിട്ടുള്ള ഒരു മസിൽസിന്റെ ഇതുണ്ട്. അത് നിങ്ങൾ നമ്മൾ ടെമ്പറൽ ലോബിന്റെ കൺസ്ട്രക്ഷനും അതിന്റെ പോയിന്റ്സും അതിന്റെ സെന്ററും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുള്ളൂ. സോ ബയോളജിക്കൽ സെൻസ് റിസ്റ്റോർ ദി എയർ ഫ്ലോ വൺസ് ദി ത്രെറ്റ് ഈസ് ഗോൺ. ഭയം മാറി, അപ്പോഴാണ് ശ്വാസം മുട്ടൽ വരുന്നത്. പക്ഷെ നമ്മൾ വീണ്ടും ശ്വാസം മുട്ടൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പേടിപ്പിക്കുമ്പോഴത്തെ ഇറ്റ് ബിക്കംസ് എ സ്റ്റാറ്റസ് ആസ്മാറ്റിക്കസ് എന്നൊക്കെ പറഞ്ഞു. ഇറ്റ് വിൽ നോട്ട് ഗോ. But your purpose, your duty as a doctor is to make the patient feel, oh, today you had a fear. Fear, somebody, ചിലപ്പോൾ ഒരു കറുത്ത പട്ടിയായിരിക്കാം നിങ്ങളുടെ ടെറിട്ടറിയിലേക്ക് വന്നത്, നിങ്ങൾ പേടിച്ചത്. നിങ്ങളുടെ വീട്ടിൽ ഒരു ആന കയറി വന്നതായിരിക്കാം, നിങ്ങൾ പേടിച്ചപ്പോഴത്തേക്കും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാണെങ്കിൽ അതെങ്ങനെയാണ്? പവർലെസ് ഫീലിംഗ്. ഒരു പട്ടി, ഒരു പുലി, അല്ലെങ്കിൽ ഒരു വെള്ളപ്പൊക്കം, ഒരു മഴ, കൊടുങ്കാറ്റ്, ഇതിലൊക്കെ നമ്മൾ പെട്ടുപോകുമ്പോഴത്തേക്കാണ് പവർലെസ് ഫീലിംഗ് വരുന്നത്. Now what is about pleura? ഞാൻ പറഞ്ഞു, pleuraയുടെ function is called attack. So attack from outside, of course. Attack from someone. Someone is trying to hit you. Someone is trying to stab you. Someone is or someone has made a diagnosis that I will be attacked or caught by something. അവിടെയും during the conflict activity there is a mesothelioma എന്ന് പറയുന്ന പ്ലൂറയുടെ അല്ലെങ്കിൽ ഏത് മ്യൂക്കസ് മെമ്പറൈൻ അല്ല ഇതുപോലത്തെയുള്ള മെംബ്രെയിനിൽ ഉണ്ടാകുന്ന പത്തോളജിയാണ് മീസോത്തീലിയോമ. അത് പെരിറ്റോണിയത്തിലും വരും, പ്ലൂറയിലും വരും during the conflict activity. So during healing there will be two types of changes. It can be dry, it can be wet. അതുകൊണ്ട് pleurisy എന്ന് പറയുന്ന inflammation of the pleura can be a moist feeling or dry feeling with severe catching, pain, etc. So pleural effusion ആണ് അതിന്റെ characteristic, and that is making or giving the body
എ കുഷ്യൻ. ഇത് പലപ്പോഴും അറിയത്തില്ല. അയ്യോ, ഫ്ലൂറയ്ക്കകത്ത് അതിനകത്ത് 5 ml വെള്ളം കിട്ടി, അല്ലെങ്കിൽ 10 ml ഫ്ലൂയിഡ് കിട്ടി, അത് കുത്തി കളഞ്ഞാലേ പറ്റത്തുള്ളൂ. And they don't know that this കുത്തൽ itself is another conflict. നാളെ എൻ്റെ ടാപ്പ് ചെയ്യാൻ പോകണം, എൻ്റെ ഇവിടുന്ന് വെള്ളം കുത്തിയെടുക്കും. That itself is a conflict. അപ്പോൾ കുത്തിയെടുത്ത് കളയുന്നതിൻ്റെ കൂടെ അടുത്ത ദിവസം അതിൻ്റെ ഇരട്ടിയായിട്ടുണ്ടാകുന്നതിൻ്റെ കാരണം ഇതാണ്. Whether it is a peritoneal fluid in the form of ascites or pleural fluid ആണ്. കുത്തിയെടുക്കുക എന്ന് പറയുന്നത് നിർത്തുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ there you have to give them അവർക്ക് പീസ് ആണ് കൊടുക്കേണ്ടത്, ഹാപ്പിനെസ് ആണ് കൊടുക്കേണ്ടത്, കൺസലേഷൻ ആണ് കൊടുക്കേണ്ടത്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ്, ഇഫ് യു ആർ ത്രിട്ടണിങ് ദാറ്റ് യു വിൽ ബി ടേക്കൺ ടു എ ഹോസ്പിറ്റൽ വെയർ ദേ വിൽ പോക്ക് ഓർ പ്രിക്ക് യുവർ ചെസ്റ്റ് ആൻഡ് ടേക്ക് ഔട്ട് ദി ഫ്ലൂയിഡ്. ആ ഫ്ലൂയിഡ് ഭയങ്കര അപകടമാണ്. അറ്റ്ലീസ്റ്റ് എൻ്റെ ലിസണേഴ്സ് എങ്കിലും മനസ്സിലാക്കുക, ആ ഫ്ലൂയിഡ് ആണ് നമ്മളൊരു കുഷ്യൻ പോലെ നമ്മുടെ ചെസ്റ്റിനെ പ്രിവെന്റ് അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യും. കുഷ്യൻ ആ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. സോ അതാണ് പ്ലൂറൽ എഫ്യൂഷൻ. ഇനി ഡയഫ്രത്തിലേക്ക് ഞാൻ കുറച്ച് പറഞ്ഞു. ഡയഫ്രം എന്ന് പറയുന്നത് നമ്മളുടെ അബ്ഡോമനും തൊറാക്സും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന വളരെ തിക്കായിട്ടുള്ള ഒരു മസിൽ ലെയറാണ്. അതിന് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ഉണ്ട്, ഡിപ്പെൻഡിങ് ഓൺ ദി ഹാൻഡഡ്നെസ് ഓഫ് ദി പേഷ്യൻറ്റ് ആൻഡ് ദി കോൺഫ്ലിക്റ്റ് അഫക്റ്റഡ്. അപ്പോൾ അവിടെ ജസ്റ്റ് ബിക്കോസ് ഇറ്റ് ഇസ് എ മസ്കുലർ ടിഷ്യൂ, അത് കൺട്രോൾഡ് ബൈ ദി സെറിബ്രൽ മെഡുലയാണ്. So during the conflict activity there will be cellular depletion, and during the conflict healing there will be relaxation. ആ സമയത്ത് പേഷ്യൻറ്റിന് ചിലപ്പോൾ ഒരു സ്പാസം, എഗൻ നമ്മളതിനെ ഹിക്കഫ് എന്ന് വിളിക്കും. എന്താണ് വിക്കുന്നത്, എന്താണ് ഇക്കിളിടുന്നത്, വിക്കുന്നതല്ല ഇക്കിളിടുന്നത്, ഹിക്കഫ്. അപ്പൊ ഹിക്കപ്പിന്റെ ഇറ്റ്സ് എൻ എപ്പിലെപ്റ്റോയിഡ് ക്രൈസിസ് ഓഫ് ദി ഡയഫ്രം. ഇത് മയോകാർഡിയം ആകുമ്പോൾ നമ്മൾ ഇനി പിന്നെ വീണ്ടും പഠിക്കും, ഹാർട്ട് പഠിക്കുമ്പോൾ പഠിക്കും. മയോകാർഡിയം ആണെങ്കിൽ നമ്മൾ പറയും നെഗറ്റീവ് സ്ട്രെസ് ഓവർലോഡ്, ഓവർവെമിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ നെഗറ്റീവ് സ്ട്രെസ് വരുമ്പോഴാണ് നമ്മുടെ നെഞ്ചിന് വേദന വരുന്നത്. ദാറ്റ് ഇസ് മയോകാർഡിയൽ പെയിൻ. അത് ഹീലിംഗ് ഫേസിൽ. അപ്പൊ അതുപോലെ തന്നെ ബോഡി ലെവലിൽ മടുത്തു, ജോലി ചെയ്ത് മടുത്തു, കയറ്റം കയറി മടുത്തു, അധ്വാനിച്ച് മടുത്തു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ശ്വാസം മുട്ടലുണ്ടാകും. നമ്മൾ കയറ്റം കയറുന്നു, അല്ലെങ്കിൽ നമ്മളൊരു 10 സ്റ്റെപ്പ് മുകളിലേക്ക് കയറുന്നു, സ്റ്റെപ്പ് ത്രൂ, അല്ലെങ്കിൽ ഒരു 2-3 ഫ്ലോർസ് മുകളിലേക്ക് കയറുന്നു, ഒന്നും കറണ്ടില്ല, ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല. സോ യു ഗോ അപ്പ്. മുകളിൽ പോകുമ്പോഴത്തേക്ക് യു ആർ കോൺഫ്ലിക്റ്റഡ്. ഐ കാനോട്ട്, എൻ്റെ കഴിവൊക്കെ തീർന്നു എന്ന് പറയുന്ന സമയത്താണ് ഡയഫ്രത്തിൻ്റെ ആക്ടിവിറ്റീസ് വരുന്നത്. അവിടെ തന്നെയാണ് നമുക്ക് ഈ ഹീലിംഗ് സിംറ്റംസ് വരുന്നത്. അപ്പോൾ ഞാൻ ഇനി ഇത് വളരെ ഷോർട്ടായിട്ടാണ് പറഞ്ഞതെന്ന് എനിക്കറിയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ നമുക്ക് ഓരോന്നും വിശദമായിട്ട് പഠിപ്പിക്കാൻ പോയാൽ അതല്ല നമ്മുടെ ക്ലാസ്സിൻ്റെ പർപ്പസ് എന്ന് ഒരിക്കൽ കൂടി പറയുവാണ്. നമ്മുടെ ക്ലാസ്സിൻ്റെ പർപ്പസ് തീർച്ചയായിട്ടും നമ്മൾ പഠിക്കാനായിട്ട് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ തരുവാണ്. ബിക്കോസ് ഇറ്റ്സ് എ ആദ്യത്തെ ദിവസം ക്ലാസ്സിൽ പറഞ്ഞു, ഇറ്റ്സ് ലൈക്ക് എ ജോയിനിങ് എ യൂണിവേഴ്സിറ്റി. അത് ചിലപ്പം ലൈഫ് ടൈം മുഴുവനും ആ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ പഠിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഹൈലി ക്വാളിഫൈഡ് ആകാൻ പറ്റത്തുള്ളൂ. ഏത് ക്വാളിഫിക്കേഷനും അറ്റൈൻ ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾക്ക് PhD കിട്ടി, ദി ലേണിംഗ് പ്രോസസ് ഈസ് നോട്ട്. ദാറ്റ് ഈസ് ജസ്റ്റ് ഫോർ എ നെയിം സേക്ക്. നിങ്ങളുടെ പഠനം കണ്ടിന്യൂ ചെയ്യണം. ബിക്കോസ് ഇറ്റ്സ് ഓൾ അബൌട്ട് യുവർ ഹെൽത്ത്. നിങ്ങൾ ഒരു വശം തളർന്ന് സ്ട്രോക്ക് അടിച്ച് കിടക്കണ്ട, ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് നിങ്ങൾ പോകണ്ട, ക്യാൻസർ വരണ്ട. അങ്ങനെ ഇന്നത്തെ കേസിൽ ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഒരു ഡിസീസും വെച്ച് ഒരാശുപത്രിയിലും കിടക്കാതെ ദൈവം തീരുമാനിച്ച സമയത്ത് നമുക്ക് ഈ ലോകത്തിൽ നിന്ന് വളരെ പ്രിപ്പയർഡായിട്ട് നമുക്ക് എല്ലാവരോടൊക്കെ പറഞ്ഞിട്ട് ദൈവം തീരുമാനിച്ച സമയത്ത് നമുക്ക് മരിക്കാൻ സാധിക്കും. സോ ദിസ് നോളജ് ഈസ് ഗോയിങ് ടു എംപവർ യു വിത്ത് ദി സ്ട്രെങ്ത്, വിത്ത് ദി കറേജ് ആൻഡ് വിത്ത് ദി നോളജ് ദാറ്റ് how you came to this world, I don't know when. Similarly, I don't know when, how, where, etc. So, to conclude, each disease is a meaningful adaptation. The body never acts against us. നമ്മുടെ ശരീരം, ഈ ശരീരം ഇത് ദൈവം സൃഷ്ടിച്ചതാണ്, of course through the father and mother, but it is created by this nature or God, and it has got its own intelligence inherent or innate or installed in it, and it is working. അല്ലാതെ രോഗം എന്ന് പറഞ്ഞ് പേടിപ്പിക്കേണ്ട. ഏതെങ്കിലും ഡോക്ടർമാർ പറഞ്ഞാൽ ഇതിങ്ങനെ പറഞ്ഞാലേ പേടിപ്പിച്ചാലേ, ഇത് ക്യാൻസർ സെല്ലാണോ എനിക്കറിയില്ല, പുതിയ മെത്തേഡ് അറിയാമല്ലോ, ഒരു കൊറി ഇട്ടിട്ട് CA ഡക്റ്റ് കാർസിനോമ, ആ ക്വസ്റ്റ്യനിൽ അവർ രക്ഷപ്പെട്ടു.
ഞാൻ ഇന്ന് എൻ്റെ മനസ്സിൽ വന്ന കാര്യമാണ്. ദിസ് സൊസൈറ്റി ഈസ് നോട്ട് റൈപ്പ് ഇനഫ് ടു ഷെയർ ദിസ് നോളജ്. കുറച്ചുകൂടെ നമ്മൾ കാലം വെയിറ്റ് ചെയ്യാം എന്ന് എപ്പോഴും എനിക്കറിയില്ല. ഗോഡ് ഡിസൈൻ ചെയ്യട്ടെ. ഓക്കെ. ലങ്സ് എക്സ്പ്രസ് അവർ റിലേഷൻഷിപ്പ് വിത്ത് ലൈഫ് ആൻഡ് സ്പേസ്. വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ലൈഫിനെ കുറിച്ച് നമ്മൾ അറിയാം, ആൻഡ് ഇറ്റ് സ്പേസ്. ഏത് സ്പേസിലാണ് ഞാൻ? ആ സ്പേസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് എൻ്റെ ലങ്സ്. I am exposed to this atmosphere. We can call atmosphere. നമ്മുടെ ഒരു പ്രാർത്ഥനയിലുണ്ട്, ദൃശ്യവും അദൃശ്യവുമായ സകലത്തെയും സൃഷ്ടിച്ച. അപ്പൊ ഇത് ദൃശ്യമാണ്, മൈ ബോഡി. ബട്ട് അദൃശ്യമായിട്ടുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ എ ഹോമിയോപ്പത്ത്, ഫോർ എ GNM സ്റ്റുഡൻറ്. അദൃശ്യമായതിനെയും സൃഷ്ടിച്ചത് ദൈവമാണെന്ന് വിശ്വസിക്കാമെങ്കിൽ we can appreciate this beautiful knowledge, and then we will be more humble, humiliated to appreciate the creator and the planner, designer who has installed all these programs within us for our survival, for our betterment. ഇത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. So breathing is the bridge between inside and outside. എൻ്റെ ഉള്ളും എൻ്റെ പുറവും ഇത് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇത് തമ്മിൽ ബ്രിഡ്ജ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ടിഷ്യൂവിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. So the moment we understand the meaning, fear disappears and healing begins. And that is how you have to give healing to the patients who come to you if you are a doctor. If you are a mother, simply ഞാനൊരു മദറാണ്. അപ്പൊ കുട്ടിയുടെ കാര്യത്തിൽ എന്താ ചെയ്യേണ്ടത്? You have to bring him out of fear. ആ കുട്ടിക്ക് അറിയത്തില്ല പൊടി അടിച്ചാൽ അസുഖം വരുമോ, അല്ലെങ്കിൽ മഴ വന്നാൽ മഴ നനഞ്ഞാൽ അസുഖം വരുമോ, എനിക്കറിയില്ല. പക്ഷെ അമ്മയ്ക്കറിയാം, അയ്യോ മഴ നനഞ്ഞാൽ ആശുപത്രി കൊണ്ടുപോകണം. പോയി അമ്മയുടെ, ഞാൻ ഇന്ന് എൻ്റെ അടുത്ത് വന്നൊരു 2 കുഞ്ഞു പിള്ളേരെ കൊണ്ടുവന്ന ഒരു പേരൻസിനോട് പറഞ്ഞാണ്, അതായത് നമ്മുടെ മനസ്സിലുള്ള മുഴുവൻ അമ്മയുടെ, പ്രത്യേകിച്ച് അമ്മയുടെ, അച്ഛൻ്റെ അല്ല, അമ്മയുടെ മനസ്സിലുള്ള കോൺഫ്ലിക്ട്സ് അതേപടി ട്രാൻസ്ഫർ ചെയ്യുവാണ് ഈ കുഞ്ഞു കുട്ടിയിലേക്ക്. ആ കുഞ്ഞിനെ അറിയത്തില്ല. വെരി ടെൻഡർ ബോഡി. ഒത്തിരി പ്രാവശ്യം പറഞ്ഞാണ്, വലിയ കൊടുങ്കാറ്റോ വലിയ വരൾച്ചയോ വലിയ എന്തെങ്കിലും കലാമിറ്റീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യം അഫക്റ്റ് ചെയ്യുന്നത് ഈ ടൈനി വീഡ് അല്ലെങ്കിൽ ടൈനി പ്ലാന്റിനെയാണ്, നോട്ട് ദി ബിഗ് ട്രീസ്. യു ആർ ഓൾ ബിഗ് ട്രീസ്, ബട്ട് ഇഫ് യു ആസ് എ ബിഗ് ട്രീ മദർ ഈസ് ഓൾസോ ഫ്രൈറ്റൻഡ്, then what will be the fate of that tiny plant? So just imagine. So you have to know what is what, and then you have to empower yourself. Be strong so that you will not frighten your children, your relatives, your beloved ones. So the moment we understand the meaning, fear disappears and healing begins. So think of the rise in lung-related diagnosis during pandemics. അപ്പോൾ എല്ലാ പാൻഡമിക്കും വന്നു കഴിഞ്ഞാൽ, whether it is നിപ്പ ആയാലും എയ്ഡ്സ് ആയാലും സാർസ് ആയാലും, ഏത് പാൻഡമിക്കിൻ്റെ കൂടെ ഉള്ള ഒരു കോമൺ സിംറ്റമാണ് റെസ്പിറേറ്ററി സിംറ്റംസ്. എന്തുകൊണ്ടാണെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ബിക്കോസ് ദേ ഓൾ കംപ്രൈസ് ഇൻ ഇറ്റ്. ദാറ്റ് കൺസെപ്റ്റിൽ തന്നെ ഒരു ഭയപ്പെടുത്തലുണ്ട്. സാർസ് ഒക്കെ പഴയതായി, അതൊന്നും പറഞ്ഞാൽ ഇന്നത്തെ കേൾക്കത്തില്ല. അപ്പോൾ ഒരു പുതിയ സാധനം. എന്താ ഡിഫറൻസ്? ഇതൊരു പുതിയ സാധനമാണ് കോവിഡ് എന്ന് പറയുന്ന സാധനമാണ്. അത് ഫ്രൈറ്റൻ ചെയ്യണമെങ്കിൽ അത് പേടിക്കാനായിട്ട് കുറച്ച് പേര് ഇങ്ങനെ തയ്യാറായിട്ടിരിപ്പുണ്ട്. അവരെല്ലാം പോയി വാക്സിനേഷൻ എടുത്തു. അവരെല്ലാം ഇന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നു. ഈ ഒരു ചെറിയ വില്ലേജിൽ എത്ര പേര് കുഴഞ്ഞു വീണ് മരിച്ചു എന്ന് മേലാൾക്കന്മാർക്കൊന്നും അറിയത്തില്ല. ഒരു ജില്ലയിൽ എത്ര പേര് കുഴഞ്ഞു വീണ് മരിച്ചു ആ കാലത്തിൽ ഒരു കണക്കെടുപ്പില്ല. സോ എല്ലാ പാൻഡമിക് സോ കോൾഡ് ഇതെല്ലാം ഫാബ്രിക്കേറ്റഡ് ആണ്. എല്ലാ പാൻഡമിക്കിലും അൾട്ടിമേറ്റ്ലി വാട്ട് ഈസ് ഹാപ്പനിങ്? ജസ്റ്റ് ഫ്രൈറ്റൻ. അങ്ങനെയാണ് അത് അതിൻ്റെ പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ജസ്റ്റ് എ മാഫിയ പ്രോഗ്രാം, ജസ്റ്റ് ബൈ ദി ഫാർമ. അത് എന്നെങ്കിലും അത് ജനങ്ങൾ കൂടുതൽ മനസ്സിലാകും എന്ന് പ്രതീക്ഷിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. ബിക്കോസ് ദേ ആർ സോ പവർഫുൾ ആൻഡ് ദേ ആർ ദി റൂളേഴ്സ് ഓഫ് ദിസ് ലാൻഡ്, ദി റൂൾ മേക്കേഴ്സ്, ലോ ഡിസൈനേഴ്സ് എല്ലാം അവർ തന്നെയാണ്. അതുകൊണ്ട് നമുക്കിങ്ങനെ രഹസ്യമായിട്ടിരുന്നിട്ട് പറയാം. പക്ഷെ ഇത് യൂട്യൂബിലേക്കൊക്കെ പോകുമ്പോൾ കുറച്ച് പേരൊക്കെ കേൾക്കും, കുറച്ച് പേരൊക്കെ കേൾക്കട്ടെ. എങ്ങനെ ഗ്രാജുവലി നോളജ് ഷെയർ ചെയ്യുമ്പോഴത്തേക്കും പുതിയൊരു കേസൊന്നും വരത്തില്ലെന്ന് വിചാരിക്കുന്നു. സോ ഹോസ്പിറ്റൽ എൻവയൺമെന്റ്സ്, ജസ്റ്റ് ഇമാജിൻ ഒരു കുട്ടീനെ വാക്സിനേഷൻ എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഇന്ന് ഞാൻ പറഞ്ഞതാണ് ഒരു പാരസെറ്റമോൾ സിറപ്പ് നിർബന്ധമായിട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ഇൻഹലേഷൻ നടത്തുന്നു. Nobody understands the mind of that baby, innocent, helpless baby.
ഒരു 4 വയസ്സുള്ള കൊച്ചിനെ പിടിച്ച് ഇങ്ങനെ കൈയും കാലും നഴ്സുമാരും പിടിച്ച് ഇട്ടിട്ട് മൂക്കിലേക്ക് മാസ്ക് ധരിച്ചിട്ട് അതിലൂടെ ഓക്സിജൻ കയറ്റുന്നു. ദാറ്റ് ബോയ് ഓർ ഗേൾ ഡസൻറ്റ് നോ വാട്ട് ഈസ് ഹാപ്പനിങ് വിത്ത് ഇറ്റ്. Knowledge. So understanding replaces fear. Understanding replaces fear. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കൊട്ടേഷൻ എനിക്ക് കിട്ടി. Every breath you take is nature's affirmation. When you are taking, it has got a meaning. Very deep ആയിട്ടുള്ള ഇനി yes, I am one with this nature, or I am alive. അപ്പോൾ GHK empowers us to look at symptoms as messages, not as enemies. Symptoms എന്താണ്? അയ്യോ ഇന്ന് ചുമച്ചു, തീർന്നു. ഡോക്ടർ ഇന്ന് 3 പ്രാവശ്യം ചുമച്ചു, 4 പ്രാവശ്യം തുമ്മി, മുഴുവൻ പ്രശ്നമായി. പിന്നെ ENT കാരൻ്റെ അടുത്ത് പോവുക, പിന്നെ ബ്ലഡ് എക്സാമിനേഷൻ, എക്സ്റേ മസ്റ്റ്. എക്സ്റേ എടുത്തിട്ട് പറഞ്ഞ ഈ 3 ദിവസം ഇത്രയും ഒപ്പേസിറ്റി ഉണ്ടായിരുന്നു, ഇന്നത് ചുരുങ്ങി ആന്റിബയോട്ടിക്സ് കൊടുത്തു, സ്റ്റെറോയിഡ് കൊടുത്തു. അപ്പൊ 5 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഇങ്ങനെയായി. My dear parent, if you don't take that child to the hospital, then also nature has got its own program by which this opacity will be dissolved or dissolved. You just understand that. So the lungs remains as to trust the body's intelligence. മറ്റേത് സിസ്റ്റത്തെക്കാളോ ഇനിയും സിസ്റ്റംസ് നമ്മൾ പഠിക്കാൻ പോവാണ്. എല്ലാ സിസ്റ്റം പഠിക്കുമ്പോഴത്തേക്കും ബോഡിയുടെ ഉള്ളിലുള്ള ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആ ഒരു ഡിവൈൻ ഇന്റലിജൻസിനെ കുറിച്ച് നമുക്ക് കൂടുതൽ ബോധ്യം വരുവാണ്. കോൺഷ്യസ് ആയിട്ട് ഫിയറിനെ ഓവർകം ചെയ്യാം. യു ഹാവ് ടു റിസോൾവ് യുവർ ഫിയേഴ്സ്, ആൻഡ് ദീസ് ഫിയേഴ്സ് ആർ നോട്ട് ഗോയിങ് ടു ഹെൽപ്പ് യു ഇൻ എനി വേ. യു ആർ ഓൺലി മേക്കിംഗ് ദി സിറ്റുവേഷൻ വേഴ്സ്. അതുകൊണ്ട് ആ ഫിയറിൽ നിന്നും പുറത്തു വരണമെങ്കിൽ യു ഹാവ് ടു ഗെറ്റ് the right knowledge in the right way. So to see life through the eyes of nature. ഞാൻ ഈ ഒരു കൊട്ടേഷനോടുകൂടി ഇന്ന് അവസാനിപ്പിക്കുകയാണ്. അതായത് you listen it very well. When we understand the biology of fear, we stop fearing biology. ചുമയും ജലദോഷവും പനിയും വയറിളക്കവും ഛർദിയും എല്ലാം ബയോളജിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോഴത്തേക്ക് you will stop fearing biology. When you understand the biology of fear, ഫിയറിനൊരു ബയോളജി ഉണ്ട്. പരീക്ഷ എഴുതാൻ പോകുമ്പോൾ അല്പം പേടിക്കണം. പരീക്ഷ വരുന്നു എന്ന് അറിയുമ്പോൾ കുട്ടി അല്പം പേടിക്കണം, എന്നാലേ നമ്മൾ പ്രിപ്പയർ ചെയ്യത്തുള്ളൂ. ഒരു timidity in the presence of public, അല്ലെങ്കിൽ in front of the public, to speak or sing in presence of in front of a, അല്പം പേടി നല്ലതാണ്. Then only we will make our presence or presentation better. അപ്പൊ പേടി നല്ലതാണെന്നും പറയാം, അതേസമയം ആ പേടിക്കകത്ത് തന്നെ കുടുങ്ങിപ്പോകുന്ന ജന്മങ്ങളുണ്ട്. എല്ലാ ഡിസീസും ഈ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുക. അലർജി പഠിച്ചാലും ഇനി സ്കിസോഫ്രീനിക് കോൺസ്റ്റലേഷൻ വരുമ്പോൾ അവിടെ എല്ലാം ഫിയർ. എന്തിനാണ് ഭയപ്പെടുന്നത്? ഞാൻ എത്രയോ പേരോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? നിങ്ങളല്ല നിങ്ങൾ ഈ അച്ഛനാക്കിയത്, അല്ലെങ്കിൽ ഈ അച്ഛൻ്റെ മകനാകണം നിങ്ങൾ തീരുമാനിച്ചില്ല. ഈ അമ്മയെ നിങ്ങൾ തിരഞ്ഞെടുത്തില്ല. ഇത്രാം തീയതി ജനിക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചില്ല. നിങ്ങൾ ഇന്ന നക്ഷത്രത്തിൽ ഇന്ന രാശിയിൽ ജനിക്കണമെന്ന് നിങ്ങളല്ല തീരുമാനിച്ചത്. ഈ കുടുംബത്തിൽ വന്ന് ജനിക്കണമെന്ന് നിങ്ങളല്ല തീരുമാനിച്ചത്. നിങ്ങളുടെ ജെൻഡർ നിങ്ങൾ തീരുമാനിച്ചിട്ടില്ല. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ തീരുമാനിച്ചിട്ടില്ല. എന്തിന്? നിങ്ങളുടെ പേര് പോലും നിങ്ങളല്ല തിരഞ്ഞെടുത്തത്. ഇത്രയും സത്യങ്ങൾ അറിയാമെങ്കിൽ ഇത്രയും കാലം 47, 57, 67, 77, 72 വയസ്സ് വരെ നിങ്ങളെ മുന്നോട്ട് നയിച്ച അതിൽ വിശ്വസിക്കുന്നതാണോ നല്ലത്? അതോ സം ഡേഞ്ചർ ഈസ് ഗോയിങ് ടു ഹാപ്പൻ? മുല്ലപ്പെരിയാർ പൊട്ടി വരും, അല്ലെങ്കിൽ ആരോ എൻ്റെ ട്രാക്ക് ചെയ്യും, അല്ലെങ്കിൽ ആരോ എൻ്റെ സൈബർ അറ്റാക്ക് ചെയ്തിട്ട് എൻ്റെ പണം മുഴുവൻ എടുത്തുകൊണ്ട് പോകും. ഇങ്ങനെയുള്ള പേടികളിൽ ജീവിക്കുന്ന ധാരാളം പേരുണ്ട്. ഈ പേടിയാണ് ലങ്സിൻ്റെ പ്രോബ്ലം. അതുകൊണ്ട് ആ പേടിയിൽ നിന്ന് പുറത്ത് കിടാനായിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് നിങ്ങൾ ഇൻകൾക്കേറ്റ് ചെയ്യുകയോ ഇംപ്രൂവ് ഇൻ ദാറ്റ്, ആൻഡ് ലങ്സിൻ്റെ മുഴുവൻ നിങ്ങൾക്ക് അതിനകത്ത് പഠിക്കും. ഇറ്റ്സ് നോട്ട് എ വെരി ലോങ് നറേഷൻ, ബട്ട് യു ഗോ ബാക്ക് ടു ദ ടെക്സ്റ്റ്, ലേൺ ഇറ്റ്. വായിക്കുക. ഒരാഴ്ച സമയത്തിനുള്ളിൽ ഇത് വായിച്ചിരിക്കണം. അതിൻ്റെ ഇടയ്ക്ക് ശശി ഡോക്ടറുടെ ക്ലാസ് ഉണ്ട്, അത് വളരെ എളുപ്പമാണ്. ഇത്രയും ബുദ്ധിമുട്ടാതെ തന്നെ നമുക്ക് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നത് പഠിക്കാം. അപ്പം അതും പഠിക്കണം, ഇതും പഠിക്കണം. പിന്നെ നിങ്ങളെല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുവാണ്. ആഴ്ചയിൽ 2 ക്ലാസ്സുകൾ മനോഹരമായിട്ട് നടന്നുകൊണ്ട് പോകുന്നു. GSK based homeopathy mastery tomorrow by Dr. Farooq Motiwala, the principal
ആൻഡ് ദി പയണിയർ ഓഫ് GSK ലേണിംഗ് ഇൻ ഇന്ത്യ. അദ്ദേഹം ഡോക്ടർ ആഷർ ഓഫ് കോഴ്സ് വിത്ത് ഡോക്ടർ പ്രഫുൽ ഇവരൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ ഓസ്ട്രേലിയയിൽ പോയി ക്ലാസ് കൂടിയത്. അപ്പോൾ അദ്ദേഹം ഇന്നും അതിൻ്റെ ഒരു അഡ്വക്കേറ്റ് ആയിട്ടൊരു എന്താ പറയണ്ടേ, ഒരു അപ്പോസലായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർ ഫാറൂഖ് മോട്ടിവാല. നാളെയാണ് ക്ലാസ്, അതുകൊണ്ട് സാധിക്കുന്നവരെല്ലാവരും അതിൽ പങ്കെടുക്കണം എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഒരു ഇന്റർനാഷണൽ ഫാക്കൽറ്റി എല്ലാ ഞായറാഴ്ചയും ക്ലാസ് ഉണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച ഡാനി കാരൻ്റെ ഒരു നല്ല ക്ലാസ് ഉണ്ടായിരുന്നു. പ്രാക്ടിക്കൽ ഡെമോൺസ്ട്രേഷൻ ഓഫ് ഹൗ വി ക്യാൻ മാനേജ് ദീസ് സിംറ്റംസ്. ഒരു ബേസൽ സെൽ കാർസിനോമയായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ചത്തെ കേസ്. അങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കേസ് ഡിസ്കഷൻസ് നടക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഒരു വർഷത്തേക്ക് 2000 രൂപ കൊടുക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ആരും പിശുക്ക് വിചാരിക്കരുത്. നിങ്ങൾ എല്ലാവരും രജിസ്റ്റർ ചെയ്യണം. ഓരോ ക്ലാസ്സിലും കൂടാനായിട്ട് ധാരാളം പേരോട് പറയണം. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ വീട്ടിലുള്ളവരോടെങ്കിലും പറയണം. ലിങ്ക് ഫ്രീ ആണ്, നിങ്ങൾക്ക് ഷെയർ billion people of this world. Thank you for your patient attention. നിങ്ങൾ വന്നതിന് കൂടിയതിന് ഇത്രയും നേരം ഇരുന്നതിന് വലിയ സന്തോഷം. ഇനിയുള്ള സമയം ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഒരു ചോദ്യമൊക്കെ ചോദിക്കുന്നേ, ഈ ക്ലാസ് എടുത്ത ആൾക്കൊരു ചെറിയൊരു ആശ്വാസം കിട്ടും. അപ്പോൾ ഒന്നും പറയാനില്ല. എന്നെ ശ്രമിച്ച ഇത്രയും നാളും എൻ്റെ ക്ലാസ് കൂടിയപ്പോൾ 10-18 എത്ര അനിത എത്ര വീഡിയോ ആയി? അബൌട്ട് 20 അല്ലേ? ഡോക്ടർ ശശിധരൻ്റെ കൂടെ കൂട്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 30 എന്തായാലും ആയി. ഒരു 30 വീഡിയോസ് അവൈലബിൾ ഓൺ ദി വെബ്സൈറ്റ് ഓഫ് ഡോക്ടർ അനിത. കംപ്ലീറ്റ് ഹെൽത്ത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാം. അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ യൂട്യൂബിൽ നിങ്ങൾക്ക് വരും, നോട്ടിഫിക്കേഷൻ വരും. കൂടാതെ what to do if patient does not remember conflict, especially in chronic asthma. നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞില്ലെങ്കിലും, അതായത് ഇപ്പോൾ കൊച്ചുകുട്ടിയാണെങ്കിൽ നമുക്ക് ബ്രോങ്കിയൽ ആസ്മയുടെ കാരണത്തെക്കുറിച്ച് നമുക്ക് അറിയണമെന്നില്ല. ഇനി കൊച്ചുകുട്ടിയാണെങ്കിൽ ആ ഒരു ഫ്രൈറ്റ് നമുക്ക് അറിയത്തില്ലെങ്കിൽ പോലും നമുക്ക് അങ്ങനെയുള്ള കേസുകളിലൊക്കെയാണ് നമുക്ക് അമ്മയെ നമ്മൾ പേടിപ്പിക്കാതിരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അമ്മയെ നമ്മൾ ബോധവൽക്കരിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ കയ്യിലുള്ളിടത്തോളം ബെസ്റ്റ് ടൂൾ വേറെ ഒരിടത്തും ഇല്ല. അതവിടെയാണ് നമ്മൾ ഹോമിയോപ്പതി മെഡിസിൻ കൊടുക്കുന്നത്. അപ്പോൾ ഹോമിയോപ്പതി മെഡിസിൻ കൊടുക്കാം. പക്ഷെ അത് എടുക്കേണ്ട റൂബ്രിക്സിൻ്റെ അകത്ത് ഈ ഫിയർ എലമെൻ്റ് ഉണ്ടായിരിക്കണം. അല്ലാതെ പറയുന്നില്ല, അതൊക്കെ ഇച്ചിരി മോശമായി പോകും. അതുകൊണ്ട് ഓരോ സിംറ്റത്തിനെ എടുത്തിട്ടല്ല അതിൻ്റെ അകത്ത് ഈ പറയുന്ന ഇതുണ്ടാകും. ശ്രീജ GS റീസൺ ഫോർ ലങ് ഫൈബ്രോസിസ്. ഇത് ക്രോണിക് ആകുമ്പോഴത്തേക്ക്, അതായത് ഈ ഹീലിംഗ് എഗൻ കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി എഗൻ ഹീലിംഗ്, ഇങ്ങനെ ഈ പ്രോസസ്സ് ഹാങ്ങിങ് ആയിട്ട് ക്രോണിക് ആയിട്ട് വരുമ്പോഴാണ് ലങ് ഫൈബ്രോസിസ്. ബിക്കോസ് ഫൈബ്രോസിസ് ഈസ് കോൾഡ് എ സ്കാറി ടിഷ്യൂ എന്നൊക്കെ പറയാം ഹീലിംഗ് ഫേസിൽ. ആക്ച്വലി സ്കാറിങ് ഈസ് ഹാപ്പനിങ് ഇൻ ദി എക്ടോഡേം ഡിറൈവ്ഡ് ടിഷ്യൂസിലാണ് ഉണ്ടാകുന്നത്. ഈ ഫൈബ്രസ് ടിഷ്യൂ വിച്ച് ഈസ് ദെയർ ഇൻ ദ ലങ്സ്, അറ്റ് ഈസ് കോൾഡ്, അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ സ്ട്രോമ അല്ലെങ്കിൽ അതിൻ്റെ ഫൈബ്രോസിസ് നടക്കുന്നത് ലങ് ആൽവിയോളയിലല്ല, അതിൻ്റെ ഔട്ട്സൈഡ് സ്ട്രക്ചറിലാണ്. അതുകൊണ്ടാണ് അതിന് ലങ് ഫൈബ്രോസിസ് നടക്കുന്നത്. ഇൻഡസ്ട്രീഷ്യൽ, ഇപ്പോൾ 3 പേരുണ്ട്, ഇൻഡസ്ട്രീഷ്യൽ ഫൈബ്രോസിസ് ഓഫ് ദി ലങ്സ്, അങ്ങനെ പല പേരുകളും. നമ്മളെല്ലാം അതിന് സ്മോക്കിംഗ് ആണ് കാരണം, അല്ലെങ്കിൽ ഒന്നുമല്ല. യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് എ ക്രോണിക്, ഇറ്റ്സ് എ ലോങ് കണ്ടിന്യൂഡ് ഹാങ്ങിങ് കോൺഫ്ലിക്റ്റ് ആൻഡ് ഹാങ്ങിങ് ഹീലിംഗ് ഓഫ് കോഴ്സ്. അങ്ങനെയാണ്. അതിൻ്റെ അകത്ത് ചിലപ്പോൾ ചുമയൊന്നും ഇല്ലാത്തൊരു സ്റ്റേജിലേക്കായിരിക്കും പോയിട്ടുണ്ടാവും, അതിൻ്റെ സെൻസിറ്റിവിറ്റി എല്ലാം പോയി. അങ്ങനെയാണ് നമ്മൾ സൈക്കോസിസ് സിഫിലിറ്റി. അപ്പോൾ ലങ് ഫൈബ്രോസിസ് എന്ന് പറഞ്ഞാൽ സൈക്കോസിഫിലിറ്റിക്ക് റെമഡി കൊടുക്കണം. പേഷ്യൻറ്റിൻ്റെ മാസം സൈക്കോസിഫിലിറ്റിക്കാണ്. ആ രീതിയിലേക്ക് നമുക്ക് പ്രൊസീഡ് ചെയ്യാനായിട്ട് സാധിക്കും. താങ്ക് യു. നമുക്കൊന്നും ചെയ്യാനില്ല എന്ന് പറയുന്ന കേസുകളിലൊക്കെ നമുക്ക് ഇതൊന്ന് അനലൈസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. GSK നോളജ് വാട്ട് എക്സാക്ട്ലി ഹാപ്പൻഡ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എങ്ങനെ ഹെൽപ്പ് ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലാവും. ഇറ്റ് ഈസ് നോട്ട് സിംപ്ലി മേക്കിംഗ് ദി പേഷ്യൻ്റ്, അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക. ഇറ്റ്സ് എ തെറാപ്പിക്ക് അതിൻ്റെതായിട്ടുള്ള സിസ്റ്റമാറ്റിക് മെത്തേഡിൽ പോയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇഫക്റ്റീവ്.
താങ്ക് യു ഡോക്ടർ മുഹമ്മദ് ഷാഹിദ്. ചോദ്യങ്ങളില്ല. സീനിയർ സുശീല ഡോക്ടർ അല്ലേ ഉള്ളത്? ചിന്നു പോൾ, താങ്ക് യു. പ്രകാശ്, ദേവാനന്ദനൊക്കെ എന്തെങ്കിലുമൊക്കെ ടെസ്റ്റിമോണിയൽ പറയേണ്ട ഒരു എക്സ്പീരിയൻസ് ആയോ? ഡോക്ടർ ദേവാനന്ദൊക്കെ മുടങ്ങാതെ കൂടുന്നയാളാണ്. സർ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? പറഞ്ഞോ ദേവാനന്ദ. റൈറ്റ്, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം. റൈറ്റ്. സെയിം, ഞാൻ പേഷ്യൻസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിലും ഉപരിയായിട്ട് ഞാൻ ചെയ്യുന്നത് ഇപ്പം എന്താ വെച്ചാൽ പേഴ്സണലായിട്ട് എനിക്ക് വരുന്ന ഇമോഷണൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളെ അത് ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുകയും വളരെ എളുപ്പത്തിൽ അതിനെ തരണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതൊരു ഫിസിക്കൽ ലെവലിലേക്ക് പോവാതെ അത് കുറച്ചു നേരം നിന്നിട്ട് അത് പോകുന്നുണ്ട്. അതാണ് ഈ ലേണിങ്ങിൽ എനിക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ട് തോന്നുന്നത്. വെരി ഗുഡ്. അതിന് ഫിസിക്കലായിട്ടും കൂടി ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ഫിസിക്കൽ കോമ്പോണന്റ് ഉണ്ട് ദേവാനന്ദ്. അതും കൂടെ മനസ്സിലാക്കണം. അത് സെറ്റിൽ ചെയ്തിട്ടുണ്ടോ ചിലപ്പോൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇപ്പൊ മൈൻഡിലാണെന്ന് പറഞ്ഞ് മൈൻഡിൽ മാത്രമായിട്ടൊരു കോമ്പോണന്റ് ഇല്ല. ഇറ്റ് ഹാസ് ഗോട്ട് ദാറ്റ് ട്രൈ കളർ ഉണ്ട്, ട്രയാഡ് ആണ്. അതിന് 3 ഭാഗം എപ്പോഴും ഉണ്ട്. സോ നമുക്ക് ചിലപ്പോൾ ഒരു ഡിസ്കംഫോർട്ട് അബ്ഡോമൻ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയും, അല്ലെങ്കിൽ അസിഡിറ്റി എന്ന് പറയും, ബർപ്പിംഗ് എന്ന് പറയും, ബ്ലോട്ടഡ്നെസ് എന്ന് പറയും, പല പേരിലുണ്ടാവും. സോ ഇറ്റ് ഇസ് ഇൻഡൈജസ്റ്റബിൾ മോർസൽ കോൺഫ്ലിക്റ്റ്. അതുപോലെ എനിക്കൊരു ബാക്കേക്ക് വന്നു. സോ വേരിയസ് സ്പൈനാണ്. സോ സെൽഫ് ഡീവാലുവേഷൻ കോൺഫ്ലിക്റ്റ്. പിന്നെ എവിടെയാണ്? ലംബാർ റീജിയനിലാണ്. സോ ഐ വാണ്ട് സപ്പോർട്ട്, ഐ എം നോട്ട് ഗെറ്റിംഗ് സപ്പോർട്ട്. അങ്ങനെ ഓരോ ബോഡിയിലുള്ള ഓരോ ഫിസിക്കലും controlled by the particular brain area, and that is particularly connected with our psyche. അത് എപ്പോഴും മനസ്സിലാക്കാം. അതൊരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ലൈഫിലേക്ക് നമ്മളെ ലീഡ് ചെയ്യും കേട്ടോ. എന്നെ ശ്രമിക്കുന്നവരോട് പറയാനുള്ള എനിക്ക് അതാണ്. അതായത് നമുക്ക് എല്ലാ കോൺഫ്ലിക്ട്സും മനസ്സിലാവും. ദീസ് ആർ മൈ കോൺഫ്ലിക്ട്സ്. Sometimes my daughter is my conflict, my son is my conflict, my partner is my conflict. But she is likely to talk like this only. My son is likely to talk like this only. My boss, എൻ്റെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ ഇയാളാണ്, സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ഹെഡ് മാസ്റ്ററാണ്, പ്രിൻസിപ്പലാണ്. He will be behaving. അതിൻ്റെ പേരിൽ എനിക്ക് ജോലി കളയാൻ പറ്റുമോ? അതിൻ്റെ പേരിൽ ഞാൻ സിക്കാകണോ? വേണ്ട. So there you can interfere with your GNM and make changes in your own understanding of the conflict. What are the tissues that you are likely. ഇങ്ങനെ ഇതിനെ അതിജീവിച്ചവരാണ് ഇവിടെ ഇരിക്കുന്ന പലരും സക്സസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അവർ പറയുന്ന ഒരു സ്റ്റേജിലേക്ക് വന്നിട്ടില്ല. ബട്ട് ഐ ബിലീവ് ദർ വിൽ ബി എ ടൈം വെൻ എവറി മൗത്ത് ഓർ എവറി ടങ് വിൽ സ്പീക്ക് ദ സെയിം തിങ്. എല്ലാവരും ശബ്ദത്തോടുകൂടി ലൗഡറായിട്ട്, വോസിഫറസ് ആയിട്ട് സ്പീക്ക് ഔട്ട് ചെയ്യുന്ന ഒരു സമയം വരുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എൻ്റെ കോൺഫ്ലിക്ട്സ് ഒക്കെ ഞാൻ അങ്ങനെ തന്നെ മാനേജ് ചെയ്യുന്നത് കേട്ടോ. So I'm happy with that. Any other comments? ഇല്ലെങ്കിൽ നമുക്ക് നിർത്താം. ചാറ്റ് ബോക്സിൽ ഒന്ന് പോയി നോക്കിയാൽ വല്ലതും ഉണ്ടോ? അവിടെ ആരെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിച്ചിരിപ്പുണ്ടോ? ഇല്ല സാറേ, ഒന്നുമില്ല. ഓക്കെ ഓക്കെ, താങ്ക് യു. ഒന്നുണ്ട്. What do if patient doesn't remember conflict, especially in chronic asthma? സാർ ആൻസർ പറഞ്ഞല്ലോ. ആരും മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ ഡോക്ടറെ. എല്ലാവരും ഇതിനകത്ത് തന്നെയാണ്. ശരിക്കും പലരും പല ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേറൊരിടത്തല്ലല്ലോ ടെസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് സ്വന്തം മനസ്സിൽ നമ്മുടെ മിന്നലും എപ്പോഴും ടെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഇതിന്റെ വെറാസിറ്റിയെ പറ്റി വേറൊരാൾ നമ്മളോട് പറഞ്ഞു തരേണ്ടതില്ല. നമുക്ക് സ്വയം ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നീന്തി വെള്ളത്തിലിറങ്ങി കൈകാലിട്ട് അടിച്ചാൽ മാത്രമേ നമ്മൾ നീന്തൽ പഠിക്കത്തുള്ളൂ. സരിഗമ പഠിച്ചാൽ, പാടി തുടങ്ങിയാൽ മാത്രമേ മ്യൂസിക് പഠിക്കത്തുള്ളൂ.
അതുപോലെ ചിത്രം എടുക്കണമെങ്കിൽ പെയിന്റും ബ്രഷും ഒക്കെ കയ്യിലെടുത്താലേ ചിത്രം വരച്ചു തുടങ്ങത്തുള്ളൂ. ദാറ്റ് ഈസ് ഹൗ വി ആർ ഗോയിങ് ടു ഇംപ്രൂവ്. അപ്പൊ എല്ലാവരും അവനവന്റെ ഒരു അറിവായിട്ട് അത് മാറ്റണം. എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ ഏതെങ്കിലും ആശുപത്രിയിൽ പോയി ഒടുങ്ങാൻ വേണ്ടിയിട്ടുള്ളതല്ല നമ്മുടെ ജീവിതം. അത് ഭംഗിയായിട്ട് അറിവ് നേടി നമ്മുടെ സൃഷ്ടാവ് എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഭൂമിയിൽ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്, അത് ലക്ഷ്യം നേടുക. എന്നിട്ട് അതൊരു പാഷൻ. ഇപ്പൊ ഡോക്ടേഴ്സിനെ സംബന്ധിച്ച് ഇറ്റ്സ് എ പാഷൻ. എന്താണ് അതിൽ? നെയിം, ഫെയിം, മണി ഇത് കിട്ടാൻ വേണ്ടിയിട്ടല്ല. വി ആർ ഡെസ്റ്റിൻഡ്, വി ആർ എന്താ പറയുന്നത്, വി ആർ കോൾഡ് ഫോർ ദാറ്റ്. നമ്മൾ വൊക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിവൈൻ കോൾ ഫോർ യു ഡോക്ടേഴ്സ് ടു treat the patient because they are all suffering, being taken to hospitals for no benefit. ഓരോ ദിവസവും നമ്മുടെ ക്ലിനിക്കിൽ നിന്ന് കേൾക്കുന്നതാണ്. ലാബോറട്ടറി ചെന്ന് തുടങ്ങി അന്നേരത്തേക്ക് ഒരു 8-10 കംപ്ലൈൻറ്റ്. എൻ്റെ അവിടെ ഒരു സ്റ്റാഫിൻ്റെ മോളെ കൊണ്ട് കഴിഞ്ഞ ദിവസം നെഞ്ചുവേദന ഉണ്ടായി. ഞാൻ അവരോട് പറഞ്ഞു, നെഞ്ചുവേദന വരാൻ കാരണം അവരുടെ ഒരു അമ്മയുടെ കസിൻ സിസ്റ്ററിൻ്റെ മരണത്തിന് പോയിട്ട് അവൾക്ക് ഇഷ്ടമില്ല, അത് മരിച്ചു വീട്ടിൽ പോകുന്ന ഇഷ്ടമില്ല. അയ്യോടി നിന്റെ അമ്മയുടെ കസിൻ അല്ലേ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അവിടെ കൊണ്ടുപോയി 3 മണിക്കൂർ അവിടെ കുത്തിപ്പിടിച്ച് നിന്നു. So we know it is self-devaluation conflict. ബോഡി മുഴുവൻ വേദനയായിട്ട് വന്നു. പക്ഷെ കൊണ്ടുപോയി പരിശോധിച്ചപ്പോൾ എന്താണ്? ഹാർട്ടിന് കുഴപ്പമുണ്ട്, ഹാർട്ട് വാൽവിന് കുഴപ്പമുണ്ട്, എക്കോ ചെയ്യണം. പിന്നെ ECG എത്ര പ്രാവശ്യം ചെയ്തെന്ന് അറിയത്തില്ല. അവിടെ ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആക്കി. ജസ്റ്റ് 20 years ആയിട്ടുള്ള ഒരു അൺമാരീഡ് ഗേൾ ആണെന്ന് വിചാരിക്കും, സ്റ്റുഡൻ്റ് ആണെന്ന് വിചാരിക്കും. ഭാഗ്യത്തിന് ഒരു ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞാൽ ദീസ് ആർ ഓൾ കോമൺ വിത്ത് എവറിബഡി എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടർ പറഞ്ഞു വിട്ടുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ പോയി വാൽവ് റീപ്ലേസ്മെന്റ് നടത്തി. പിന്നെ പറയണ്ടല്ലോ പൂരം. ഈ എക്സ്പ്ലോയിറ്റേഷൻ ഔട്ട് ഓഫ് ഇഗ്നോറൻസ്, ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിൻ്റെ അകത്തുനിന്ന് ഈ ജനങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഡോക്ടർ ഹാമർ ഹെൽപ്ലെസ് ആയിട്ട് ഒരു സിംഗിൾ മാൻ യൂണിവേഴ്സിറ്റി ആയിട്ട് ഞാൻ എന്ന് പറഞ്ഞാണ് നോർവേയിലെ ഒരു ചെറിയ ഒരു സ്ഥലത്ത് അദ്ദേഹത്തിന്റെ അവസാന കാലം ഒരു 10 വർഷത്തേക്കെങ്കിലും വിത്തൗട്ട് റിസീവിങ് എനിവൺ. നോ ഗവൺമെന്റ് ഗേവ് ഹിം പെർമിഷൻ ടു കണ്ടക്ട് എ യൂണിവേഴ്സിറ്റി ഓർ ടീച്ചിങ് ലൈക്ക് എനിത്തിങ്. ആരും അനുവദിച്ചില്ല. അവസാനം പുള്ളിയുടെ തന്നെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി. അദ്ദേഹം മാത്രമാണ് അതിൻ്റെ അകത്ത് എവ്രിവൺ. ഒരു മുറിക്കകത്തിരുന്ന് അദ്ദേഹം ലോകത്തോട് സംവദിച്ചുകൊണ്ടിരുന്ന അവസാനം പുള്ളി അങ്ങനെയാണ് മരിച്ചത്. അപ്പൊ അങ്ങനെ മരിക്കാതിരിക്കട്ടെ. നമ്മളെല്ലാവരും ദൈവം തീരുമാനിച്ച സമയത്ത് മരിക്കട്ടെ. ആരും അയ്യോ ഇന്ന് സ്ട്രോക്ക് അടിച്ചു, ഇന്ന് ഹാർട്ട് അറ്റാക്ക് വന്നു, ഒന്നും വരത്തില്ല, വരാനായിട്ടൊന്നുമില്ല. എല്ലാം നമ്മുടെ ഉള്ളിൽ നിന്നാണ്. ഉള്ളിൽ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്. ആ മനസ്സിനെ നമ്മളെപ്പോഴും മനസ്സിലാക്കിക്കൊണ്ട് പോവുക, എന്നിട്ട് നന്നായിട്ട് ജീവിക്കുക. ഇത്രയും പറയാനുള്ളൂ. താങ്ക് യു. അടുത്ത ചൊവ്വാഴ്ച വീണ്ടും ദൈവം സഹായിച്ചാൽ വീണ്ടും നമുക്കൊരു പുതിയ വിഷയമായിട്ട് വീണ്ടും കാണാം. അതുവരെ വായിക്കുക, പഠിക്കുക, നമ്മുടെ GSK ഗ്ലോബൽ GSKയുടെ ആക്ടിവിറ്റീസിനോട് സഹകരിക്കുക. വി ഹാവ് ഗോട്ട് വെരി ഗുഡ്. നമ്മൾ ഞങ്ങളുടെ ടെക്നിക്കൽ ടീമിനൊക്കെ എക്സ്പാൻഡ് ചെയ്യുവാണ്. അതിലൂടെ നമുക്കൊരു 440 ഓഡിയോ ക്ലിപ്സ് ഉണ്ട്. അതെല്ലാം വീഡിയോ ഫോർമാറ്റിൽ നിങ്ങളിൽ എത്തിക്കും. എൻ്റെ ക്ലാസ്സും ഡോക്ടർ ശശിയുടെ ക്ലാസ്സും, ബിക്കോസ് വി ആർ ഓൾ ഫാക്കൽറ്റി മെമ്പേഴ്സാണ്. ഇതെല്ലാം നമ്മുടെ വെബ്സൈറ്റിലും യൂട്യൂബിലും ഒക്കെ ഈ ദിവസങ്ങളിലൊക്കെ വരും. ഡോക്ടർ അജോയ് ഇവിടെയുണ്ട്. ഈസ് എ മെൻറ്റർ, ഈസ് എ മലയാളി, ഈസ് ഫ്രം തളിപ്പറമ്പ, ഇറ്റ്സ് എ വെരി ക്ലോസ് ഫ്രണ്ട് ഓഫ് മൈൻ. പോയോ എന്ന് എനിക്കറിയത്തില്ല. ഈസ് ഫ്രം മുംബൈ. നമ്മുടെ വലിയൊരു സപ്പോർട്ടറാണ്, പില്ലറാണ്. സോ അങ്ങനെ ഒത്തിരി പേര് നമ്മളോട് ചേരുന്നുണ്ട്. അതുകൊണ്ട് നല്ല ഭാവിയാണ് നമ്മൾ കാണുന്നത്. എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. മിന്നു ടീച്ചറൊക്കെ ഉണ്ട്. മിന്നു ടീച്ചർക്ക് എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ പറയാനുണ്ടോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. എന്തോരം പറയാനുള്ളൊരു ടീച്ചറാണെന്ന് അറിയാമോ മിന്നു ടീച്ചർ? അദ്ദേഹത്തിൻ്റെ ബിലൗഡ് ഹസ്ബൻഡ് ഉണ്ട്, ഹനീഫ സാറുണ്ട്. ഒരു ദിവസം എല്ലാവരും വളരെ വോസിഫറസ് ആവും, വലിയ ശബ്ദത്തിൽ സംസാരിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. ഇപ്പൊ എല്ലാവരും ഡോക്ടർ എനിക്ക് പറയണ്ട്. പറയൂ. മക്കള് രണ്ടാളോ? പറഞ്ഞോളൂ, കേൾക്കാം. വലിയ ആൾക്ക് അസുഖമുള്ളത് മരുന്ന് കുടിക്കാതെ തന്നെ ഈ വിഷയങ്ങൾ മനസ്സിലാക്കി കൊടുത്തോടുകൂടി മാറിയിട്ടുണ്ട്. ടീച്ചറുടെ ഒരു മോൻ
ഒരു കുറച്ച് ദിവസത്തിനുള്ളിൽ ബോഡിയിലെല്ലാം റാഷസ് വന്നു. പിന്നെ അത് തിക്കൻ ചെയ്ത് ഹാർഡൻഡ് ആയി. ടീച്ചറോട് തന്നെ ഡയഗ്നോസ് ചെയ്യാൻ പറഞ്ഞു. ദെയർ എൻഡ് അത് സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് ആയിരുന്നു. പുള്ളിക്കാരൻ ആദ്യമായിട്ടാണ് ഗൾഫിലേക്ക് പോകുന്നത്. അങ്ങനെ പിന്നെ ആദ്യത്തെ കംപ്ലൈന്റ് എന്തായിരുന്നു ടീച്ചറെ? ആദ്യത്തത് മൂത്രമൊഴിക്കും ടെറിട്ടോറിയൽ മാർക്കിംഗ് കോൺഫ്ലിക്റ്റ്, Yes. യൂറിനായിട്ട് പോവുക. സോ സിമ്പിൾ. അതിനൊന്നും ഒരു മരുന്ന് പുള്ളിക്ക് കൊടുത്തില്ല എന്നുള്ളതാണ്. ഇല്ല, ഒരു മരുന്നും കഴിച്ചില്ല. ഒന്നും കൊടുത്തില്ല. ഗൾഫിലേക്ക് പോവാണ്. അതെ അതെ. ഗൾഫിലേക്ക് ആദ്യമായിട്ട് പോവാണ്. ഫ്ലൈറ്റിൽ കയറണം, അവിടെ ചെന്നിരിക്കണം, ഇവര് കൊടുത്തി. അതെല്ലാം കോൺഫ്ലിക്ട്സ് ആണ്. ടെറിട്ടോറിയൽ മാർക്കിംഗ് കോൺഫ്ലിക്റ്റ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും വിളിച്ചിരിക്കുന്ന അവന് സ്കിന്നിൽ മുഴുവൻ റാഷസ് ആണ്. ഞാൻ പറഞ്ഞു ടീച്ചറോട് ഡയഗ്നോസ് ചെയ്ത് ടീച്ചറോട് മാനേജ് ചെയ്യാൻ പറഞ്ഞു. ഈ മിനു ടീച്ചറാണ് എനിക്ക് മലയാളത്തിൽ ട്രാൻസ്ലേറ്റബിൾ ആണ് എന്ന് പറഞ്ഞത്. അന്ന് എനിക്കൊരു വലിയൊരു അതിശയം. ഇറ്റ് ക്യാൻ ബി റെഡ് ബൈ എനിവൺ. ഡോക്ടേഴ്സ് അല്ലാത്തവർക്കും പഠിക്കേണ്ടതാണ്, വീട്ടിലുള്ള എല്ലാവർക്കും പഠിക്കേണ്ടതാണ്. എന്റെ സൗണ്ട് പോയതും ഇപ്പൊ ശരിയാക്കുന്നത് ഞാൻ ഈ തിയറി വെച്ചിട്ട് തന്നെയാണ്. ചിലൊരു ഹോഴ്സ്നെസ് ഓഫ് വോയിസിന്റെ പേഷ്യൻ്റ് ആണ്. ക്ലാസ് എടുക്കുമ്പോഴെല്ലാം ശബ്ദം പോകും. അതൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഇത് തന്നെയാണ്. ലാരിഞ്ചിയൽ പ്രോഗ്രാമാണ്. അതൊക്കെ നന്നായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ട്. ധാരാളം പേഷ്യൻസിനെ നമുക്ക് റെഫർ ചെയ്യുന്നുണ്ട്. മറ്റ് ടീച്ചേഴ്സൊക്കെ എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നാൽ ടീച്ചർ ഈ മലയാളം എടുത്തങ്ങോട്ടിരിക്കും, എന്നിട്ട് അവരെ പഠിപ്പിക്കും. അങ്ങനെയൊക്കെയാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. വിച്ച് എവ്രി വൺ ഓഫ് മൈ ലിസണേഴ്സ് ക്യാൻ ഡു ദി സെയിം തിങ്. അതെ അതെ. ഇന്ന് സ്കൂളിൽ ഒരു ടീച്ചർ ചെറിയൊരു വിഷയം പറഞ്ഞു, ഒരു തലകറക്കം. അപ്പൊ ടീച്ചർക്ക് ഇതിന്റെ ലിങ്ക് ഒക്കെ വിട്ടുകൊടുത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ചെറിയ കുട്ടി ആയതുകൊണ്ട് ഇപ്പൊ ഒന്നും കയറാൻ പറ്റിയിട്ടില്ല. ഫിയർ ഓഫ് ഫാളിങ് ചിലപ്പോൾ ഒരു മിസ്റ്റെപ്പ് ആയിരിക്കും. ഒരു ഇറ്റ് ക്യാൻ ബി ഇന്റർപ്രറ്റഡ് ഇൻ ദാറ്റ് വേ ഓൾസോ. അതായത് നമ്മളൊരു പ്രത്യേക ലൈഫ് സ്റ്റൈലിൽ പോയി, എനിക്കങ്ങനെ പേഷ്യൻസ് ഉണ്ട്, പ്രത്യേക ഒരു ലൈഫ് സ്റ്റൈലിൽ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ബട്ട് ഇറ്റ് ഓൾ ഓൺ എ സഡൻ ഡ്രോപ്പ്. ഒരു ലവർ, ഒരു പാർട്ട്ണർ ലീവ് ചെയ്തു, അല്ലെങ്കിൽ ബ്രേക്കപ്പ് റിലേഷൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ ആയിട്ടുള്ള സെറ്റ് ബാക്ക് ഉണ്ടാവും. അതെല്ലാം കാരണമായിട്ട് വരും. ഇറ്റ്സ് എ ഫിഗറേറ്റീവ് എക്സ്പ്രഷൻസ് ഓഫ് ദി ഫിയർ ഓഫ് ഫാളിങ്. ഐ മേ ഫാൾ, ഐ മേ ഫെയിൽ, എക്സെട്ര. എല്ലാ കേസുകളും ഈ ഫ്രെയിം വർക്കിൽ ഇട്ട് നോക്കിക്കോളൂ. ഈ ഫ്രെയിം വർക്ക് നിങ്ങൾ പുസ്തകത്തൊന്നും പഠിക്കണം. ജസ്റ്റ് ചാറ്റ് GPT-യിലെ GHK എക്സ്പ്ലനേഷൻ ഓഫ് ദിസ് ഇട്ടാൽ ഇന്ന് അത് കിട്ടുന്നു. മനസ്സിലായോ? AI will give the GHK knowledge. Just give the chat GPT or AI the knowledge that you are a student of GHK. That's enough. Then the GHK will come to your gadget. Dr. Varghese കണ്ടുപിടിച്ചതോ ഒന്നുമല്ല. ഇറ്റ് ഈസ് സ്പ്രെഡിങ് ഇൻ ദിസ് വേൾഡ് ലൈക്ക് ഞാൻ എപ്പോഴും പറയുന്ന വേർഡ് വൈൽഡ് ഫയർ. ഇറ്റ് ഈസ് സ്പ്രെഡിങ്. എൻ്റെ ഹോമിയോപ്പതി സുഹൃത്തുക്കൾ കേരളത്തിലുള്ളവർ, അവർ ചിലപ്പോൾ എത്രയായിരിക്കും, 15,000 20,000 ഒക്കെ ആയിരിക്കുമെങ്കിലും ഇവരെല്ലാവരും GHK കേട്ടിട്ടുണ്ടെന്നുള്ളതാണ്. വരാനായിട്ട് പല കാരണങ്ങൾ കൊണ്ട് അവർ വരുന്നില്ല, പഠിക്കുന്നുണ്ടാവുമായിരിക്കും. അതല്ല കാരണം. ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. ഓക്കെ, താങ്ക് യു ടീച്ചറെ. അദ്ദേഹത്തിൻ്റെ ബിലവഡ് ഹസ്ബൻഡ് ഉണ്ട് കേട്ടോ, മിസ്റ്റർ ഹനീഫ ഉണ്ട് ഇവിടെ. എല്ലാവർക്കും താങ്ക് യു. അജയുടെ മദർ ഉണ്ടെന്ന് തോന്നുന്നു, ലീല. സോ എല്ലാവർക്കും ഇത്രയും സമയം ഇരുന്നതിനും ശ്രദ്ധിച്ചതിനും സന്തോഷം, നന്ദി. ഡോക്ടർ സുശീല ഫ്രം ഗുരുവായൂരാണോ? എൻ്റെ സീനിയർ ഡോക്ടറാണ്. താങ്ക് യു. പ്രകാശ് സ്ഥിരമായിട്ട് വരുന്നതാണ്, ഡോക്ടർ പ്രകാശ്. സോ താങ്ക് യു എവരി വൺ. നിർത്തിയേക്കാം ഡോക്ടർ അനിത. താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു ഓൾ സാർ. നല്ലൊരു സെഷൻ ആയിരുന്നു. അപ്പം പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുകയാണ്. സാറിനോടുള്ള നന്ദി വളരെ സന്തോഷത്തോടെ അറിയിക്കുകയാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ വീണ്ടും കാണാം. താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.